സാറ് പറഞ്ഞ ഈ പൈതൃക സംരക്ഷണം രാജ്യത്തിന്റെ ഒരു അനിവാര്യതയാണ്. ആ പൈതൃക സംരക്ഷണത്തിന്റെ നിയമങ്ങളും അതിനു വേണ്ടിയിട്ട് നിയോഗിക്കപ്പെട്ടവരും ഈ രാജ്യത്ത് ഇല്ലായിരുന്നുവെങ്കിൽ ഇപ്പൊ ഇപ്രകാരമുള്ള ഫോട്ടോസോ ഇപ്രകാരമുള്ള അറിവുകളോ ഈ ഇന്ത്യയുടെ ഈ അറ്റത്ത് കിടക്കുന്ന നമുക്ക് കിട്ടാനോ കാണാനോ കഴിയുമായിരുന്നു. അതൊരു യാഥാർത്ഥ്യമാണ്. അതേസമയം ഒരു ചോദ്യത്തിനിടയ്ക്ക് ചോദിക്കട്ടെ, ആരെങ്കിലും സെൻട്രൽ ആർക്കിയോളജിക്കൽ മോണ്യുമെന്റ്സിന്റെ ചുറ്റുവട്ടത്ത് താമസിക്കുന്ന ആരെങ്കിലും ഇതിലുണ്ടോ? ഉണ്ടെങ്കിൽ ഒന്ന് കൈ പൊക്കിയാൽ മതി. ആരുമില്ല. ആ ആൾക്കാരും കൂടി ഉണ്ടാവുമ്പോഴാണ്, അഥവാ ആ ആൾക്കാരുടെ യാതനകളും വേദനകളും ഒരു പ്രത്യേക ഘട്ടത്തിൽ ഈ നിയമ നിർമ്മാണ പ്രക്രിയയിലുണ്ടായ ചില സംഗതികൾ, അത് മാത്രമാണ് എന്റെ വിഷയം. മൂർത്തി സാറ് പറഞ്ഞ ഈ പ്രിസർവേഷൻ ഓഫ് ആർക്കിയോളജിക്കൽ മോണ്യുമെന്റ്സ് അൺഡിസ്പ്യൂട്ടഡ് ആണ്. ഇതിന്റെ ഈ നിയമനിർമ്മാണങ്ങളുടെ തുടക്കം 1898 ആണ് ആരംഭിക്കുന്നത്. 1898 വെനീസിലെയും ഗ്രീസിലെയും ഒക്കെ തന്നെ ഈ സംരക്ഷിത സ്മാരകങ്ങൾ എങ്ങനെയാണ് ഈ പുരാവസ്തുക്കളും അതുപോലത്തെ പൈതൃകങ്ങളും സംരക്ഷിക്കുക എന്ന് പഠിച്ച് വിവിധ സ്ഥലങ്ങളിൽ നിന്ന ആൾക്കാർ, നമ്മുടെ രാജ്യത്തുള്ള ആൾക്കാർ സമാഹരിച്ച റിപ്പോർട്ട് 6 കൊല്ലക്കാലം സമയമെടുത്ത്, ആ സമയത്തിന് പ്രാധാന്യമുണ്ട്, ഞാൻ അടുത്തതായിട്ട് പറഞ്ഞു വരുന്ന സമയത്ത് 6 കൊല്ലക്കാലം സമയമെടുത്ത് 1904 ആദ്യമായിട്ട് നിയമം വരുന്നത്. നിയമത്തിലേക്കൊന്നും ഞാൻ കിടക്കുന്നില്ല. 1904 നിയമം വന്ന സമയത്ത് ഈ സ്റ്റേറ്റുകളുടെ റീഓർഗനൈസേഷൻ നടന്നിട്ടില്ല നമ്മുടെ രാജ്യത്ത്. ഒരു ചിന്ന ഭിന്നമായി കിടക്കുന്ന ഒരവസ്ഥയാണ്. സ്വാതന്ത്ര്യാനന്തരം അതും എല്ലാം വന്നപ്പോ അതിലൊക്കെ ചില കോൺഫ്ലിക്റ്റുകൾ വന്നു. കാരണം പല പല സ്റ്റേറ്റുകളിലും പല പല നിയമങ്ങളുണ്ടായിരുന്നു. ഈ നമ്മുടെ ഇരിക്കുന്ന കൊച്ചി രാജ്യത്ത് മലയാളം 1100, മലയാളം മേഖല 1100. ആ സമയത്ത് ആർക്കിയോളജിയുടെ മോണ്യുമെന്റ്സിന്റെ സംരക്ഷണത്തെ സംബന്ധിച്ചൊരു നിയമം ഉണ്ടായിരുന്നു. ട്രാവൻകൂറിലുണ്ടായിരുന്നു 1114 മലയാള വർഷം എന്ന് പറഞ്ഞാൽ 1930-കളിൽ 1930-കളിൽ 34, 35 ആ പീരീഡ്. അപ്പൊ അങ്ങനെ മദ്രാസ് സ്റ്റേറ്റ് ഉണ്ടായിരുന്നു. അത് 1968 വിശദമായിട്ടുള്ള പിന്നീട് ഒരു നിയമം ആ മദ്രാസ് സ്റ്റേറ്റ് പരിഗണിക്കുണ്ടായി. കേരളത്തിന്റെ രൂപീകരണത്തിന് മുമ്പ്. അപ്പൊ അങ്ങനെ വിവിധ സ്റ്റേറ്റുകളിൽ വൈവിധ്യമാർന്ന അഥവാ കോൺഫ്ലിക്റ്റിംഗ് ആയിട്ടുള്ള നിയമങ്ങളും എല്ലാം കൂടി കിടക്കുന്ന ഒരു അവസ്ഥയിൽ 1952 ഇതിനെ എല്ലാം ക്രോഡീകരിച്ച് ഒരു കേന്ദ്ര നിയമമാണ്. ആരും ഒരാക്ഷരം പറഞ്ഞു. അന്നും മോണ്യുമെന്റ്സ് ആയിരുന്ന, അല്ലെങ്കിൽ ആ ആക്ടിന്റെ കീഴിൽ മോണ്യുമെന്റ്സ് ആയിരുന്ന നിരവധി സാധനങ്ങൾ നമ്മുടെ ഈ കേരളത്തിലുണ്ട്. ഏറ്റവും കൂടുതൽ ആർക്കിയോളജിക്കൽ മോണ്യുമെന്റ്സ് ഉണ്ട്. സബ്ജക്ട് കറക്ഷൻ കാരണം അതിന് അതോറിറ്റേറ്റീവായിട്ട് പറയാൻ ഗവൺമെന്റാണ്. നമ്മുടെ തെക്കേ ഇന്ത്യയിൽ പറയുന്നത് കർണാടകയിലാണെന്ന് മനസ്സിലാക്കണം. ഏറ്റവും കൂടുതൽ ആർക്കിയോളജിക്കൽ മോണ്യുമെന്റ്സ്. പക്ഷെ അവിടെ കർണാടകയ്ക്കും വലിയ പ്രശ്നങ്ങളില്ല. നമ്മളിവിടെ ഈ ഇട്ടാവട്ടത്ത് കിടക്കുന്ന ഈ കേരളത്തില്, വിശിഷ്യം നമ്മുടെ ഈ ചുറ്റുവട്ടത്ത്, നിങ്ങൾ ആ പെരുവൻ അമ്പലത്തിന്റെ അടുത്ത് പോവാ. ഇപ്പൊ നേരത്തെ പറഞ്ഞപ്പോൾ അടുത്ത കാലത്ത് എക്സ്കവേഷൻ നടത്തിയിട്ടുള്ള കുന്നംകുളം അടുത്തുള്ള ഗുഹ അല്ലേ, ഒരു ഗുഹ, അതിന്റെ ടോട്ടൽ എക്സ്റ്റെന്റ് എത്ര അറിയോ? ബിലോ 2 സെൻസ് ആണെന്നാണ് എന്റെ ഓർമ്മ. അതെ, വളരെ നാമമാത്രമായ എക്സ്റ്റെന്റ് ഉള്ള ഒരു ഗുഹ സംരക്ഷിക്കപ്പെടണം, ആർക്കും തർക്കമില്ല. പക്ഷെ അതിന്റെ 100-300 മീറ്ററിന്റെ ഉള്ളിലുള്ള ആൾക്കാർ, അവരുടെ ജീവിതം, അവരുടെ തൊഴിൽ, അവരുടെ സ്വത്ത്, അവരുടെ സമ്പാദ്യം, അവരുടെ ഭാവി ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ഈ
ടെമ്പിളുകളോ അല്ലെങ്കിൽ മറ്റുള്ള ചർച്ചുകളോ അങ്ങനെയുള്ള ദേവാലയങ്ങളാണെങ്കിൽ അതിനെ ആശ്രയിച്ച് ജീവിക്കുന്ന കുറെ ജീവികളായിരിക്കും എനിക്ക് ചുറ്റുമുള്ളത്. സംശയമില്ല. ആ ദേവാലയത്തിന്റെ നിത്യനിദാന കാര്യങ്ങളെ ആശ്രയിച്ച് ജീവിക്കുന്ന കുറെ സാധു ജീവികൾ, അവർക്ക് വേറൊന്നും അറിയില്ല. അറിയോ? പൂജയ്ക്ക് എന്താ അറിയാം? വേറെ എവിടെയെങ്കിലും പോകാൻ പറ്റുമോ? കപ്പിയേക്ക് പോകാൻ പറ്റുമോ? ആ അമ്പലമോ പള്ളിയോ അല്ലെങ്കിൽ ആ ആരാധനാലയമോ ബന്ധപ്പെട്ട് ചെയ്യുക എന്നല്ലാണ്ട് വേറെ ഒന്നുമില്ല. അവരുടെ പൂർവിക സ്വത്തും പൈതൃക സ്വത്തും എന്നതും അതന്നെയാണ്. ഈ ഒരു മേഖലയുമായിട്ട് ഒരു 2011 നേരത്തെ അദ്ദേഹം പറഞ്ഞു, അദ്ദേഹം മീറ്റിംഗിന് വന്നിട്ടുണ്ട്. അതെന്തായിരുന്നു അതിന് എന്റെ ദൗത്യം ഇന്ന് മുത്സമില്ല. എന്റെ ദൗത്യം എന്തായിരുന്നു വെച്ചാൽ വലിയൊരു ജനതയാണ്, 10,400 ആളുണ്ടായിരുന്നു എന്നാണ് എന്റെ ഓർമ്മ. കാസിനോന്റെ ഹോളിലാണ്, ഫുള്ളാണ്. ഗംഭീരമായിട്ടുള്ള വിഭവസമൃദ്ധമായിട്ടുള്ള ഭക്ഷണം എല്ലാം അറേഞ്ച് ചെയ്തിട്ടുള്ള ആർക്കോളജി വിളിച്ചൊരു മീറ്റിംഗ് ആയിരുന്നു. എന്റെ ദൗത്യം എന്തായിരുന്നു വെച്ചാൽ ജനങ്ങൾ ആക്രമിക്കപ്പെടാനോ ദേഷ്യപ്പെടാനോ വരുന്ന സമയത്ത് അവരെ ശാന്തരാക്കുക. അത് ഞാൻ തിരിച്ചറിയുന്നത് എനിക്ക് മുമ്പ് അറിയില്ല. എന്റെ ഡേറ്റ് ഒക്കെ കുറെ ഡേറ്റുകള് ഇത് ഈ പ്രാരബ്ധത്തിന്റെ ഇടയിലുള്ള ഞാനൊരു ഈ നാമങ്ങളുടെ ഇടയിലിരുന്ന ജീവിയാണ്, പട്ടിയിലാണ്. നമ്മൾ അതുകൊണ്ടാണ് വരുന്നത്. അപ്പൊ നമ്മളൊരു സിവിൽ മേഖലയിലുള്ള ഒരു ഇതായതുകൊണ്ട് ഒരു 3-4 ഡേറ്റ് അന്ന് നമ്മുടെ സാറായിരുന്നു സൂപ്രണ്ടിങ് വിളിച്ചിട്ട് അദ്ദേഹം എടുത്തു. അതിനുശേഷം പറഞ്ഞു ആ ഡേറ്റ് ഒഴിവായിക്കോളും, ഈ ഡേറ്റ് ഒഴിവായിക്കോളും. ഓ ശരി. അപ്പൊ നമ്മൾ ഈ ഓരോ കോടതികളിൽ ഡേറ്റ് കൊടുക്കുമ്പോൾ അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യണം. അങ്ങനെ അവസരം ഡേറ്റ് കൊടുക്കും. ഈ ദിവസം ഒരാളെ നിങ്ങൾ കാണാൻ പാടില്ല, ഒരു കക്ഷിനെയും കാണാൻ പറ്റില്ല, ഒരു കേസിലും പോകാൻ പാടില്ല. നിങ്ങൾ രാവിലെ തൃശ്ശൂർ ഉണ്ടാവും, ഞാൻ പറയുന്നത് പോകാൻ പറ്റും. എന്തോ ആവട്ടെ, എന്തായാലും ഒരു ഇതാണ് MGS വരുന്നതാണ്. മറ്റേ MGS അങ്ങനെയുള്ള വലിയ വലിയ ആൾക്കാരൊക്കെ പങ്കെടുക്കുന്നുണ്ട്. അതൊരു വലിയൊരു സംഭവമല്ലേ. അപ്പൊ നമുക്ക് ആവാൻ വിചാരിച്ചു. അവിടെ വന്നപ്പോഴാണ് മനസ്സിലായത് എന്റെ ദൗത്യം നമ്മൾ ഈ രണ്ടുകൂട്ടരും തല്ലോടും ചായക്കാരൻ പിടിക്കുക എന്നാണ് ഞങ്ങളവിടെ പറയാം, നാടൻ ഭാഷയിൽ. രണ്ടുകൂട്ടരും മാറിപ്പോയി എന്നൊക്കെ പറഞ്ഞത് ശരിയായിട്ട്. അതായിരുന്നു എന്റെ ദൗത്യം. അതിന് കാരണം 2010 ഈ 58 നിയമം അടിമുടി മാറി. ഇപ്പൊ നമ്മൾ കൊണ്ടു നടക്കുന്നത് 2010 നിയമവും അതിൽ 2011 കാലത്ത് വന്നിട്ടുള്ള ചട്ടങ്ങളും തുടർന്നുണ്ടായ 2021 കാലത്തുണ്ടായ ചില ഭേദഗതികളും ഉൾപ്പെടുന്ന ഒരു നിയമമാണ്. ഇത് എത്രമാത്രം ഈ ആർക്കിയോളജിക്കൽ മോണുമെന്റ്സിന്റെ പ്രൊട്ടക്ഷനെ ബാധിക്കുന്നുണ്ട് എന്നതാണ് നമ്മളിവിടെ എന്റെ പരിമിതമായ അറിവും അനുഭവവും വെച്ച് ഞാൻ നിങ്ങളോട് പങ്കുവയ്ക്കുന്നു. ഇതില് വലിയൊരു ദൗത്യം ഈ ഹിസ്റ്റോറിക്കൽ റിസർച്ച് സൊസൈറ്റി ചെയ്യാനുണ്ടെന്ന് ഞാൻ കരുതുന്നു. രാമചന്ദ്രൻ സാറിനോടുള്ള തീരെ ശ്രദ്ധ പതിയാത്ത, ഏതാനും അധികം ഇതിനൊന്നും പ്രതികരിക്കാൻ കഴിയാത്ത കുറെ ജീവികളുടെ ജീവിതത്തെയായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ്. ഒരു ലെജിസ്ലേഷൻ വരുമ്പോൾ അത് പാർലമെന്റിലാവട്ടെ നിയമസഭയിലാവട്ടെ, ഈ നമ്മൾ തിരഞ്ഞെടുത്തയക്കുന്ന ഈ സാമാജികർ ആണ് നമ്മളെ നോക്കാറുള്ളത്. സത്യം പറയട്ടെ, പല സാമാജികരോടും വിശേഷിച്ച് ഞങ്ങൾ ഈ ഇതേ പണി ചെയ്യുന്ന ആൾക്കാരോട് കുറെ ആൾക്കാർ ഇത് ഈ വക്കീൽ പണി രാഷ്ട്രീയം കൊണ്ടുള്ള ബന്ധത്തിൽ നമ്മൾ ഈ വക്കീൽ പണിയിലുള്ള ബന്ധം വെച്ച് അങ്ങനെയുള്ള പല സാമാജികരോടും ഇതുമായി ചർച്ച ചെയ്തപ്പോൾ അവർ ഇപ്രകാരം ഒരു നിയമം പാസ്സായതിനെ കുറിച്ച് തന്നെ ഇതിനോടൊക്കെയാണ് അജ്ഞരാണ്. ഓഹോ എന്ന അത്ഭുതത്തോടുകൂടി ചോദിച്ചവരും ഉണ്ട്. സൗഹൃദത്തിന്റെ പുറത്താണ്. അപ്പോ എന്താണ് ചിലപ്പോ ഒരു ചെറിയ ഉദാഹരണം, ഇതുപോലെ പ്രൊട്ടക്ട് ചെയ്യപ്പെടുന്ന ഒരു മോണുമെന്റിന്റെ എന്തെങ്കിലും ഒരു സാധനം ഇപ്പൊ എക്സ്പ്ലോർ ചെയ്തിട്ടുള്ള, ഇപ്പൊ നമ്മുടെ അടുത്തുനിന്ന് എക്സ്പ്ലോർ ചെയ്തിട്ടുള്ള രാജസ്ഥാനൊക്കെ പറഞ്ഞിട്ടുള്ള പോലെ ഒരു സാധനം ഇതുപോലെ ഒരു സ്ഥലത്ത് കാണുകയാണെങ്കിൽ നിങ്ങൾ ഈ ഇരിക്കുന്ന ആരെങ്കിലും അത് റിപ്പോർട്ട് ചെയ്യും. തൊട്ടടുത്ത് വീടുണ്ടെങ്കിൽ കുടുങ്ങും. അപ്പൊ സംരക്ഷിക്കുക ചെയ്യുക, നശിപ്പിക്കുക ചെയ്യുക. നിയമം സംരക്ഷിക്കാനുള്ളതാണ്. നിയമം വന്നു കഴിഞ്ഞാൽ അത് ദുരുപയോഗം ചെയ്യും.
നിയമം ഉണ്ടായ കാലം മുതലുണ്ട്. പൈസ കണ്ടുപിടിച്ചപ്പോൾ ഇത്രേ കൗണ്ടർ ഫീറ്റ്. അതുകൊണ്ടാണ് 1886 ലോർഡ് മെക്കോളെ അങ്ങനെ എഴുതി വെച്ചിട്ട് കൗണ്ടർ ഫീറ്റിനുള്ള ശിക്ഷയും കാര്യങ്ങളും. നിയമനിർമ്മാണം പണ്ട് തപസ്യായിരുന്നു. നമ്മൾ വെള്ളക്കാരൻ്റെതാണെന്ന് പറഞ്ഞതിനെ കളിയാക്കുന്നുണ്ടെങ്കിൽ ഒരു കാര്യം നമ്മൾ അവരുടെ ആ ഏണസ്റ്റ് ഓണസ്റ്റ് എഫർട്ടിനെ മാനിച്ചേ പറ്റൂ. ഇന്നും ഇപ്പോഴും നമുക്ക് കൈവയ്ക്കാൻ കഴിയാത്ത ഒരു മോർ ദാൻ 80% നമ്മൾ ഇന്ന് ദൈനംദിനത്തിൽ നമ്മളിങ്ങനെ എന്താ പറയുക ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന നിയമങ്ങളിൽ 80% ഇന്നും തൊടാൻ പറ്റിയിട്ടില്ല. പേരൊക്കെ മാറ്റും, കോസ്മെറ്റിക് ചേഞ്ചസ് ഒക്കെ നടത്തും, ചട്ടം മാറ്റും. അതിന്റെ ഉള്ളറകളിലേക്ക് ചെന്നിട്ട് പറ്റിയിട്ടില്ല, കാരണം ആവശ്യമില്ല. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ 1898 തുടങ്ങി 904 വരെ എത്തി. എന്തിന്? അന്ന് ഇത്ര മോണിമെന്റ്സ് ഉണ്ടെന്ന് അറിയുമോ ആർക്കെങ്കിലും? ഈ ഇന്ത്യ രാജ്യത്ത് ചിന്ന ഭിന്നമായി കിടക്കുന്ന അവസ്ഥ. ഏതൊക്കെ ഒരു ഒന്നിച്ച് കിട്ടുന്നത് അറിയില്ല. കുറെ നാട്ടുരാജ്യങ്ങൾ തോന്നിയ പോലെ. ആ അവസ്ഥയിൽ അത്രയും സമയമെടുത്തു. എവിടത്തേക്ക് പഠിച്ചു? ഗ്രീസിലെ പഠിച്ചു, വെനീസിലെ പഠിച്ചു. വെസ്റ്റ് ബംഗാൾ എന്നുള്ള അതിന്റെ ചില നോട്ട്സും കാര്യങ്ങളും അടങ്ങിയിട്ടുള്ളതുണ്ട്. അതാണ് മെയിൻ ബേസിസ് ആ നിയമത്തിന്. വെസ്റ്റ് ബംഗാൾ അന്ന് നടത്തിയ റിസർച്ച്, ഈ ഒരു റിസർച്ച് നടത്തിയിട്ടാണോ ഇന്നത്തെ നിയമം എന്നാണ് നമുക്ക് പരിശോധിക്കാനുള്ള ചുരുങ്ങിയ സമയം കൊണ്ട് ഞാൻ നിങ്ങളെ ബോധ്യപ്പെടുത്താം. ഞാൻ നിയമത്തിലേക്കും മറ്റും കഴിഞ്ഞ മഹാബോറൻ പരിപാടിയുടെ നിയമം പഠിക്കുന്നത് ജീവനോപാധിയുടെ ഭാഗമായിട്ടാണ് നമ്മളൊക്കെ ചെയ്യുന്നത്. അല്ലാണ്ട് ഇഷ്ടമൊന്നുമല്ല. നമ്മളിപ്പോൾ ഡീറ്റെയിൽ വായിക്കുന്നതോ മറ്റൊന്നും സുഖമൊന്നും ഇത് വായിക്കാൻ പറ്റില്ല. അപ്പൊ നമുക്ക് അത് വായിക്കാനാണ് ഇഷ്ടം. പക്ഷെ നിർത്തില്ല. അത് വായിച്ചുകൊണ്ട് ആരും കാശ് കിട്ടില്ലോ. അതുകൊണ്ട് ഇത് വായിക്കുന്നു മാത്രം. അതുകൊണ്ട് ഞാൻ നിങ്ങളെ നിയമമൊന്നും പഠിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. കാരണം അതൊന്നും സാധ്യമായ കാര്യമല്ല, അതിൻ്റെ ആവശ്യകതയില്ല. വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യം, വളരെ ശ്രദ്ധിക്കപ്പെടേണ്ട ഒരു കാര്യം. വിശിഷ്യ ഇതുപോലെ ലോകത്തെ അറിയിക്കാൻ കെൽപ്പുള്ള ആൾക്കാർ ശ്രദ്ധിക്കേണ്ട കാര്യം. സ്റ്റേറ്റ് ആക്ട് ഉണ്ട്, സെൻട്രൽ ആക്ട് ഉണ്ട്. സെൻട്രൽ ആക്ടിനെ കുറിച്ചാണ് നമ്മൾ പൊതുവെ പറഞ്ഞത് 1958. അതിനുശേഷം 2010, 2011 റൂൾസ്. എപ്പോഴും ഒരു നിയമം, ചട്ടങ്ങൾ, ഫോംസ്, പിന്നെ വേണമെങ്കിൽ ബൈലോസ് മുതലായത് ഉണ്ടാക്കും. അതൊക്കെ തന്നെ ഈ നിയമം എന്ന് പറയുന്ന സാധനം ഇംപ്ലിമെന്റ് ചെയ്യാനാണ്, ഇതിനെ മറികടക്കാനല്ല. ഇപ്പൊ ഈ പുതിയ വന്ന നിയമത്തിൽ ഒരു ബൈലോ പ്രിപ്പറേഷനെ കുറിച്ച് പറയുന്നു. ആ ബൈലോ പ്രിപ്പറേഷനിൽ അട്രോസിറ്റീസ് ഉണ്ടായപ്പോൾ അത് തകർത്തതിൽ ഞാനും ഇതുപോലെ ഒരു ക്ഷണിതാവായിരുന്നു. ഇതുപോലുള്ള ഓരോരോ കാര്യങ്ങൾക്കാണ് നമ്മൾ ഉപയോഗം. അപ്പൊ ഞാനത് ഈ ആർട്ടിഫിഷ്യൽ ഓഫീസിൽ വെച്ചിട്ട് ഈ ബൈലോ ചർച്ച ഉണ്ടായി. അപ്പൊ ഞാനൊരു ഡെലിഗേറ്റ് മൂർത്തി സാറായിട്ടുണ്ടായിരുന്നു. അന്ന് സത്യം പറഞ്ഞാൽ അതിനെ ടോപ്പിഡോ ചെയ്തു എന്ന് പറയാം. ആ ചർച്ചയിൽ അതിലെ സത്യം പറഞ്ഞാൽ അത് പോയിന്റ് ഔട്ട് ചെയ്ത സമയത്ത് അതിനെ സപ്പോർട്ട് ചെയ്യാൻ, അത് ഉൾക്കൊണ്ട് സപ്പോർട്ട് ചെയ്യാൻ അദ്ദേഹം മാത്രമേ ഉണ്ടായിരുന്നു. അന്ന് തരേണ്ട നമസ്കാരം തിരക്കിൽ ഞാൻ പോകുമ്പോൾ പറ്റിയില്ല. ഇപ്പത്തെ കാരണം ആ ബൈലോ പ്രിപ്പറേഷനിൽ അതിന്റെ ചില അതോറിറ്റീസ് ഉണ്ട്. ഇപ്പൊ നമ്മൾ ഈ ഇതൊക്കെ പോലെ തന്നെയാണ് ബാറ്റ് ഷൂ ഉണ്ടാക്കണോ എന്ന് പറയുന്നത്. ബാറ്റൊന്നുമല്ല, അതൊക്കെ ഞങ്ങൾ പറയുന്ന പോലെ സബ് കോൺട്രാക്ടേഴ്സിന് കൊടുക്കണ പോലത്തെ ചില പദ്ധതികൾക്കൊക്കെ ഇത് വിഭാവനം ചെയ്യുന്നുണ്ട്. ആയിക്കോട്ടെ, അതൊക്കെ സ്വാഭാവികം നാട്ടിൽ നടക്കുന്നത്. അല്ലെങ്കിൽ നിയമം അങ്ങനെയാണ് നമുക്ക് ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റും. എന്തായാലും അങ്ങനെ ബൈലോ പ്രിപ്പറേഷനെ കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ അഡീഷണൽ റെസ്ട്രിക്ഷൻസ് അതിന്റെ കണക്ക് ഇതുപോലെ സ്ലൈഡുകളൊക്കെ കാണിച്ചു. കണ്ടോ, ഇന്ന മോണമെന്റിന്റെ തൊട്ടടുത്തുള്ള വീടുകളാണ് കടും നീല കളർ. ഇത് കണ്ടോ, പച്ച. ഇത് ഡെമോൺസ്ട്രേറ്റ് ചെയ്യാണ് ഇതിന് നിയോഗിക്കപ്പെട്ട കക്ഷി. കണ്ടു ഇതിന്റെ ഉയരം, അതിന്റെ മീതെ ഡ്രസ് വർക്ക്. ഇങ്ങനെ ഈ ഡിഫക്റ്റുകൾ, അതുകൊണ്ട് ഇതൊക്കെ യൂണിഫോം ആക്കണം. അപ്പൊ എനിക്കൊരു സംശയമൊന്നുമില്ല സാറേ, ഇത് ഗ്രേറ്റർ കൊച്ചിൻ ഡെവലപ്മെന്റ് അതോറിറ്റി പണ്ട് കൃഷ്ണകുമാർ സാർ IAS ചെയർമാനാവുമ്പോൾ ഇങ്ങനെ ഒരു വിഭാവനം ചെയ്തത് സിറ്റി, കൊച്ചിൻ സിറ്റി അല്ലെങ്കിൽ എറണാകുളം സിറ്റി വിഭാവനം ചെയ്യുമ്പോൾ ഏകദേശം ഒരേപോലെ. അതൊന്നുമില്ലല്ലോ ഇത്. അല്ല, പിന്നെ റെസ്ട്രിക്റ്റിംഗ് ഓൾ ദീസ് അല്ല, അതങ്ങനെയല്ലേ ഇതിന്റെ പ്രൊട്ടക്ഷൻ. അതിന്റെ മുകളിൽ ഡിബേറ്റ് ആയി. അപ്പൊ ഞാൻ ചോദിച്ചു, ഈ ബൈലോ എന്ന് പറയുന്നതിന്റെ ന്യായമായ സംശയം, അതിനെയാണ് അദ്ദേഹം സപ്പോർട്ട് ചെയ്തത്. ബൈലോ എന്ന് പറഞ്ഞാൽ നിയമത്തിലുള്ളതിനെ
നിയമത്തിലുള്ള സംഗതിയെയും ചട്ടത്തിലുള്ള സംഗതികളെയും അതിനെ സപ്പോർട്ട് ചെയ്യുന്ന ചട്ടത്തിലുള്ള സംഗതിയെയും സുഗമമായ രീതിയിൽ സാധാരണക്കാർക്കിടയിൽ നടപ്പാക്കുക. അതിനുള്ളതാണ് ബൈലോ. നോട്ട് ഇൻ വ്യൂ ഓഫ് ലോ, നിയമത്തിന് പകരമല്ല, നോട്ട് ഇൻ അഡീഷൻ ടു ലോ, അതിനപ്പുറത്തുമുള്ളതുമല്ല. Then why are you restricting all these? Who engaging you to restrict all these things? നമുക്ക് ചോദിച്ചു, സംഗതി ഇതായി, ഇഷ്യൂ ആയി, അതിന്റെ മുകളിൽ ഡിബേറ്റ് ആയി, അങ്ങനെ ആ പ്രസ്ഥാനം ഉണ്ടാക്കി. സപ്പോസ് അതും നടപ്പായിരുന്നുവെങ്കിൽ ആ ബൈലോ നടപ്പാക്കിയ ആ മോണുമെന്റിന്റെ ചുറ്റുവട്ടത്തിലുള്ള ആൾക്കാരുടെ ഗതിയുണ്ടാവും. പെയിന്റ് അടിക്കണമെങ്കിൽ ചോദിക്കണമെന്ന് വരില്ലേ? അവർക്കും ഇന്ത്യൻ ഭരണഘടനയില്ലേ? എന്താണ് എങ്ങനെ ഇത് സംഭവിച്ചു? ഇതിലേക്കുള്ള ഒരു അന്വേഷണം എന്റെ പരിമിതമായ വിവരം. അപ്പൊ സ്റ്റേറ്റ് ആർക്കിയോളജി ആക്ട് ഉണ്ട്. ഇപ്പൊ കേരള സ്റ്റേറ്റിനും ഒരു ആർക്കിയോളജിയുടെ ഒരു ആക്ട് ഉണ്ട്. സ്റ്റേറ്റിന്റെ അണ്ടറിലുള്ള ആർക്കിയോളജിക്കൽ മോണുമെന്റ്സ് ഉണ്ട് ഇഷ്ടം പോലെ. അതിന്റെ എന്താണ് ഭരണം കാര്യങ്ങൾ, അതിന്റെ പ്രിസർവേഷൻ കാര്യങ്ങളെല്ലാം തന്നെ സ്റ്റേറ്റ് ആർക്കിയോളജി ഡിപ്പാർട്ട്മെന്റ് ആണ്. തിരുവനന്തപുരം കൊട്ടാരത്തിന്റെ അവിടെയാണ് ഓഫീസ്. സാറേ അത് നടക്കുന്നത് എന്താ വെച്ചാൽ കേരള ആൻഷ്യന്റ് മോണുമെന്റ്സ് ആൻഡ് ആർക്കിയോളജിക്കൽ സൈറ്റ്സ് ആൻഡ് റിമൈൻസ് ആക്ട് 1968. ഇതിന് 1972 റൂൾസും കൊണ്ടു. അപ്പൊ അങ്ങനത്തെ കുറെ മോണുമെന്റ് ഉണ്ട്. സേ ഫോർ എക്സാമ്പിൾ, ദിസ് ഈസ് കേരള സ്റ്റേറ്റ് ആർക്കിയോളജിക്കൽ മറ്റേ ആക്ടിന്റെ 1968 ആക്ട് പ്രകാരം ഏറ്റെടുക്കപ്പെട്ട ഒരു മോണുമെന്റ് ആണത്. തൊട്ടടുത്തതാണ് ഈ പറയുന്ന പഴയ 58 അഥവാ 1904 ഓരോന്ന് റിപ്പീൽ ചെയ്തിട്ടാണ് പുതിയ പുതിയ നിയമങ്ങൾ വരിക. റിപ്പീൽ എന്നാണ് അതിന് പറയുന്നത്. അപ്പൊ ഒന്ന് റിപ്പീൽ ചെയ്ത് കൊണ്ടുവരും. അതിൽ പഴയതിലും ഭേദഗതി ചെയ്തതും എല്ലാം കൂടിയിട്ടാണ്. ഷർട്ട് മാറ്റുക അടിസ്ഥാനപരമായ ഉടനതുണ്ട്. അതാണ് ഈ ഭേദഗതികളിലൂടെ വരുന്ന കാലസ്ഥിതിക്ക് അനുസരിച്ച് വേണം. അങ്ങനെ വരുമ്പോൾ ഈ പഴയ ആക്ടുകളിലൂടെ ഒരു സർവേ, ഒരു പഠനം നമ്മൾ നടത്തിയാൽ ഓൾവേസ് എല്ലാ നിയമങ്ങളിലും ചെയ്യുന്ന പോലെ ഡെലിഗേറ്റഡ് പവേഴ്സ് എപ്പോഴും ഒരു നിയമത്തിൽ ഉണ്ടാവും. ഒരു നിയമം പാർലമെന്റ് നിർമ്മിക്കുകയാണെങ്കിൽ, നിയമസഭ നിർമ്മിക്കുകയാണെങ്കിൽ ഡെലിഗേറ്റഡ് പവേഴ്സ് ഉണ്ടാവും. അതിലൊരു സെക്ഷനും ഉണ്ടാവും. ആ ഡെലിഗേറ്റ് ചെയ്യപ്പെടുന്ന കാര്യങ്ങളിൽ അതാത് സർക്കാരിന് വിജ്ഞാപനങ്ങളിലൂടെയോ ബൈലോകളിലൂടെയോ റൂളുകളിലൂടെയോ ചട്ടങ്ങളിലൂടെയോ അത് നടപ്പാക്കാം. അപ്രകാരം ഒരു നിയമം ഡെലിഗേറ്റഡ് പവർ ഈ പഴയ 58 ആക്ടിൽ ഉണ്ടായിരുന്നു. ആ 58 ആക്ടിൽ എന്താ വെച്ചാൽ ഈ ദൂരം പരിമിതി നിജപ്പെടുത്തിക്കൊണ്ട് ആർക്കിയോളജി ഡിപ്പാർട്ട്മെന്റിന് സമയാസമയങ്ങളിൽ വിജ്ഞാപനം പുറപ്പെടുവിക്കാവുന്നതാണ്. അങ്ങനെ വിജ്ഞാപനം പുറപ്പെടുവിച്ചിട്ടുണ്ട്. ഏത് കാലത്ത്? 1904 ആക്ട് ഉള്ള കാലത്ത് 10/63. മാത്രമല്ല അതിനെ സംബന്ധിച്ച് സുപ്രീം കോടതിയിൽ കേസായി. അപ്പൊ സുപ്രീം കോടതി പറഞ്ഞു, നോ, നിങ്ങൾ ഒഴിയണം, പക്ഷെ അവരെ വേറെ പാർപ്പിക്കണം, അവർക്ക് കോമ്പൻസേഷൻ കൊടുക്കണം. അക്വിസിഷൻ നടപടികളും അതിലുണ്ടായിരുന്നു. കാരണം ഈ 1904 ആക്ട് എഴുതുന്ന സമയത്ത് അതിൽ ഈ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ അന്യ രാജ്യങ്ങളിലെ നിയമം മാത്രമല്ല, ഇന്ത്യ രാജ്യത്ത് ആ സമയത്ത് പലയിടങ്ങളിലും നിലവിലുണ്ടായിരുന്ന ലാൻഡ് അക്വിസിഷൻ ആക്ട് പോലുള്ള ആക്ടുകളും അതുപോലെ തന്നെ ഈ റിലീജിയസ് മറ്റേ എൻഡോവ്മെന്റ്സ് പ്രൊട്ടക്ട് ചെയ്യാനുള്ള ആക്ടുകളും എല്ലാം പരിഗണിക്കപ്പെട്ടിരുന്നു. 1958 ആക്ടിലും അത് സമഗ്രമായി പരിഗണിച്ചു. അതിൽ പരിഗണിക്കപ്പെട്ട ആക്ടുകൾ നിരവധിയാണ്. സ്റ്റേറ്റ് ആക്ടുകളെല്ലാം പരിഗണിച്ചു. ഈ നമ്മൾ പറഞ്ഞ ട്രഷറി കിട്ടാൻ നിധി കിട്ടുന്നതില്ലേ, അതിനെ സംബന്ധിച്ചുള്ള ആക്ട് ഉണ്ട്. ഒരു നിധി കിട്ടിയാൽ എന്ത് ചെയ്യും? പോക്കറ്റ് കിട്ടില്ലെന്ന് വെക്കാൻ പറ്റുമോ? പറ്റില്ല. ലാൻഡ് അക്വിസിഷൻ, ഭൂമി ഏറ്റെടുക്കാം ഗവൺമെന്റിന്. വളരെ ഫ്ലെക്സിബിൾ ആയിട്ടുള്ള വാക്കാണത്. നിയമത്തിൽ അങ്ങനെ പറ്റൂ. ഒരു കിണറും പാടില്ല. പ്രോഹിബിറ്റഡ് ഏരിയ, ടോട്ടലി ഫോർബിഡൻ. നെക്സ്റ്റ് 200 റെസ്ട്രിക്റ്റഡ് ഏരിയ. അതെന്താണ്? പെർമിഷൻ മേടിക്കണം. ഓൾറൈറ്റ്, പെർമിഷൻ മേടിക്കണം. ആരാ പെർമിഷൻ തരുന്നത്? സൂപ്രണ്ടിങ് ആർക്കിയോളജിസ്റ്റ്.
ഇത് ഞാൻ പറയുന്നത് സെൻട്രലിന്റെ കേട്ടോ, സ്റ്റേറ്റിന്റെ ഞാൻ ഇപ്പൊ തൊട്ടിട്ടില്ല. 1968 ഒരു ആക്ട് ഉണ്ട്, 72 ചട്ടങ്ങളുണ്ട് എന്ന് പറഞ്ഞ് നിർത്തി. ബോറടിക്കുന്നെന്ന് പറയണം, അപ്പൊ നിർത്താം. ബോറടിക്കില്ലല്ലോ, ഒരു ഡ്രൈ സബ്ജക്റ്റ് ആണ്. ഒരു ഡ്രൈ സബ്ജക്റ്റ് ആണ് ഞാനിത് ചോദിക്കുന്നത്. അപ്പോ 1968 കേരള ആക്ടും 72 ചട്ടങ്ങളും ഞാൻ സംസാരിച്ചിട്ട് അവിടെ നിർത്തി. 58 ആക്ട്, തുറന്നു വന്നിട്ടുള്ള ആക്ടിന്റെ മുമ്പിലുള്ള ഇടയ്ക്കുള്ള കാലഘട്ടങ്ങളെ കുറിച്ചിട്ടാണ് സംസാരിക്കുന്നത്. 58 to 2010, 58 to 2010 ഇടയ്ക്ക് ഈ ഡെലിഗേറ്റഡ് പവർ പ്രകാരം വിജ്ഞാപനം ഇറക്കിയിരുന്നു പലതിനും. അത് 58 മുമ്പുള്ള 1904 ആക്ടുള്ള സമയത്തും ആ പ്രൊവിഷന് അതിനനുസരിച്ച് വിജ്ഞാപനങ്ങൾ ഇറക്കിയിരുന്നു. ഇന്ത്യ രാജ്യത്തെ വലിയ ഈ സംരക്ഷിത സ്മാരകങ്ങൾക്ക് ആ നോട്ടിഫിക്കേഷൻ ഇന്നും ഇപ്പോഴും ബാധകമാണ്. പക്ഷേ എല്ലാവർക്കും തെങ്ങിനും കഴുകിനും ഒരു താപ്പ് ഉണ്ടാക്കിയിട്ടില്ല. നമ്മൾ നാടൻ ഭാഷയിൽ പറയാം, തെങ്ങിനും കഴുകിനും ഒരു താപ്പ് 1990 ഉണ്ടാക്കി. എന്ത് മോണമെന്റ് ആയാലും ഇപ്പൊ രാജസ്ഥാൻ പറഞ്ഞാൽ മറ്റേ ഗുഹയാണെങ്കിൽ ആകെ 2 സെന്റ്, അവിടുന്ന് അവിടെ 100 മീറ്ററും 300 മീറ്ററും പിടിച്ച എത്ര ഹെക്ടർ ഉണ്ട്? എന്താണ് ഗുണം? അവിടെ കിണർ കുത്തരുത്, കെട്ടിടം കെട്ടരുത്, യാതൊന്നും പാടില്ല. ടോട്ടൽ പ്രോഹിബിഷൻ. ഇതാണ് നിയമം. 1992 ഈ 1992 നോട്ടിഫിക്കേഷൻ ആ സമയത്ത് 1958 രണ്ട് വാക്കുകളെ കുറിച്ച് ഞാൻ പറയാൻ കാരണം, നിങ്ങൾക്കിപ്പോ വാക്ക് പഠിച്ചുകൊണ്ട് ഗുണമുണ്ടായിട്ടൊന്നല്ല, പക്ഷെ അതിൽ പിന്നീട് നടന്ന ഒരു ഭേദഗതിയെ കുറിച്ച് സംസാരിക്കുമ്പോൾ എനിക്ക് തോന്നുന്നു അത് ക്ഷേമകരമാവുന്നു. കാരണം പ്രൊട്ടക്റ്റഡ് ഏരിയ എന്നുള്ള ജനറൽ ആയിട്ടുള്ള സാധനം, പ്രൊട്ടക്ട് ചെയ്യപ്പെടേണ്ട ഏരിയ, അതിൽ നിന്നും ആ പ്രൊട്ടക്റ്റഡ് ഏരിയ ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് അതിൽ നേരത്തെ പറഞ്ഞിട്ടുള്ള നോട്ടിഫിക്കേഷൻസ്, അതിനുള്ള റെസ്ട്രിക്ഷൻ, എങ്ങനെയാണ് ആ പ്രൊട്ടക്റ്റഡ് ഏരിയത്തെ എൻജോയ്മെന്റ് റെസ്ട്രിക്ട് ചെയ്യുന്നത് എന്ന് സംബന്ധിച്ച് വിജ്ഞാപനം ചെയ്യാൻ അതിന് 19-ാം വകുപ്പിലെ അധികാരം സർക്കാരുകൾക്ക് കൊടുത്തു. കേന്ദ്ര സർക്കാരിന്. അഥവാ കേന്ദ്ര സർക്കാരിനെ പ്രതിനിധീകരിച്ച് ഈ ആർക്കിയോളജി ഡിപ്പാർട്ട്മെന്റ്. അതിന്റെ അടിസ്ഥാനത്തിൽ 1992 100 എന്ന ദൂരപരിധി നിശ്ചയിച്ചുകൊണ്ട് ഒരു വിജ്ഞാപനം വന്നു. ആ വിജ്ഞാപനത്തെ ഏതോ പൗരൻ അഥവാ പൗരന്മാർ ഡൽഹി ഹൈക്കോടതിയിൽ ചോദ്യം ചെയ്തു. ഇത് അനീതിയാണ്, ഇത് ജനാധിപത്യപരമല്ല, ഫണ്ടമെന്റൽ റൈറ്റ്സിന്റെ വിധ്വംസനമാണ്. അതുകൊണ്ട് ഈ കാര്യത്തിൽ കോടതി ഇടപെടണം. കോടതി ഇടപെട്ടു. കോടതി അതിന്റെ ആ ഉത്തരവ് സ്റ്റേ ചെയ്തു. അത് റീകൺസിഡർ ചെയ്യാൻ കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെട്ടു. ഗംഭീരമായ വിധി. കോടതി ഓർമ്മപ്പെടുത്തി, ഇത് ഒരു ഏകരൂപത്തിൽ 100 എന്നല്ല, ചിലത് നിങ്ങൾക്ക് അതിൽ എത്രയോ മടങ്ങ് കൂടുതൽ വേണ്ടി വരും. ഈ സ്റ്റേ ചെയ്ത ഇത് ഭാഗം എന്താണ്? ഇതിന്റെ ഈ ഓപ്പറേഷൻ പോർഷനിലെ ഇത് റീകൺസിഡർ ചെയ്യാന്നുള്ളത് സ്റ്റേ ചെയ്തിട്ടില്ല. ഇതിന്റെ പ്രാബല്യം മാത്രമാണ് സ്റ്റേ ചെയ്തത്. രണ്ട് തമ്മിലുള്ള വ്യത്യാസം മനസ്സിലായില്ലേ? അതായത് ഇന്ന് മുതൽക്ക് അത് പ്രാബല്യം ഇല്ല കേട്ടോ, അതവിടെ തൽക്കാലം മാറ്റി വയ്ക്കൂ, എന്നിട്ട് പുനഃപരിശോധിച്ചിട്ട് വരൂ ഡൽഹി ഹൈക്കോടതി. നോ, പുനഃപരിശോധന എന്തോ എന്ന് നമുക്കറിയില്ല, മാറ്റി വയ്ക്കുക എന്നുള്ളത് സ്റ്റേ ചെയ്തു. അപ്പം എന്താണ്? 100-300 ഉണ്ട്, പക്ഷേ അത് റീകൺസിഡർ ചെയ്യണം കേട്ടോ, അതിൽ ഇൻജസ്റ്റിസ് ഉണ്ട് കേട്ടോ എന്ന കോടതി വിധിയുടെ സന്ദേശം അവിടെ നിലനിൽക്കുന്നില്ലേ? ഉണ്ടെന്ന് പിന്നീട് 2009 വാദം നടക്കുമ്പോൾ ഇത് പറഞ്ഞു. ഈ കാര്യത്തിന് വേണ്ടിയിട്ടല്ല എന്ന് മാത്രം, ജനസംരക്ഷണാർത്ഥമല്ല എന്ന് മാത്രം. അത് ഞാൻ വരാം. എന്തായാലും ഈ ഡൽഹി ഹൈക്കോടതിയുടെ വിധിക്ക് ശേഷം പിന്നീട് നടക്കുന്ന ഡെവലപ്മെന്റ്, ഒരു എക്സ്പെർട്ട് കമ്മിറ്റി രൂപീകൃതമാവുന്നു. അതിൽ എല്ലാ സ്റ്റേറ്റിൽ നിന്നുള്ള ആൾക്കാരുണ്ട്, എന്തൊക്കെയോ വലിയ ആൾക്കാരുണ്ട്. ഒരു എക്സ്പെർട്ട് കമ്മിറ്റി
ഞാൻ അതിലേക്ക് നിരവധി അപേക്ഷ എഴുതി നിരവധി ആൾക്കാർക്ക് വീടിന് പെർമിഷൻ വാങ്ങിയിട്ട് കൊടുത്തിട്ടുണ്ട്. അതൊക്കെ ഇങ്ങനെ സാങ്ഷൻ ആകുമ്പോൾ നമ്പിരാജൻ സാറൊക്കെ അത് ഇന്നാളുടെ രാജലക്ഷ്മിയുടെ വീട് മറ്റാളുള്ളത് എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ വിളിച്ച് പറയും. അത് ഈ എക്സ്പെർട്ട് കമ്മിറ്റിയെ കൊടുത്തിരുന്നു. അതായത് അതിൻ്റെ ഒരു പ്രൊസീജിയർ എങ്ങനെയായിരുന്നു അറിയോ? അതായത് ഞാൻ ഇപ്പോൾ പറഞ്ഞു 92 നോട്ടിഫിക്കേഷൻ വന്നു. ആ നോട്ടിഫിക്കേഷൻ താമസം വിന ഡൽഹി ഹൈക്കോടതി സ്റ്റേ ചെയ്തു. ഡൽഹി ഹൈക്കോടതി സ്റ്റേ ചെയ്തത് അത് വെക്കേറ്റ് ചെയ്തുകൊണ്ട് അനദർ സ്റ്റേ എൻ്റെ മീതെ സുപ്രീം കോടതി പറഞ്ഞു. അപ്പം 100, 300 രാജ്യത്ത് പ്രാബല്യത്തിൽ വന്നു. 100ൻ്റെ ഉള്ളിലുള്ളവരൊക്കെ ഗോവിന്ദ. ആ സമയത്ത് എന്താണ് പണി? ആസ് യൂഷ്വൽ അതിൻ്റെ മുമ്പ് എന്തായിരുന്നു? 100 ഈ 100 പ്രോഹിബിറ്റഡും അതിൻ്റെ അപ്പുറത്തുള്ളത് റെസ്ട്രിക്റ്റഡും ആണല്ലോ. അപ്പോൾ ആ പ്രോഹിബിറ്റഡ് ഏരിയയിലേക്കുള്ള അപേക്ഷ കൊടുക്കും. പഞ്ചായത്ത് പോയാൽ അപ്പോൾ തള്ളും. കാരണം നിങ്ങൾ പ്രോഹിബിറ്റഡ് ഏരിയ ഈ വട്ടത്തിൻ്റെ ഉള്ളിലാണ്, അപ്പോൾ പെർമിഷൻ കിട്ടില്ല. അതിന് നേരെ സൂപ്രണ്ടിങ് ആർക്കിയോളജിസ്റ്റിന് അപേക്ഷ കൊടുത്തു കഴിഞ്ഞാൽ സൂപ്രണ്ടിങ് ആർക്കിയോളജിസ്റ്റ് പറയും നോ സോറി, യു ആർ വിതിൻ 100 meters. ഇറ്റ് ഈസ് പ്രോഹിബിറ്റഡ് ഏരിയ, നോ അതോറിറ്റി ടു സാങ്ഷൻ. So we cannot accede this application, rejected. നമ്മൾ എന്ത് ചെയ്യണു? ഒരു എക്സ്പെർട്ട് കമ്മിറ്റി രൂപീകൃതം വേണം. നമ്മൾ അതിൻ്റെ ഉൽപ്പൊന്നും നോക്കിയിട്ടില്ല. മാങ്ങ നിന്നാൽ പോരെ, ഏതാ മാവ് എന്തോന്നോ എങ്ങനെ ഉണ്ടാക്കിയെന്ന് നോക്കണ്ടല്ലോ, നേരത്തെ പറഞ്ഞില്ലേ. അതുപോലെ നമ്മൾ ആ എക്സ്പെർട്ട് കമ്മിറ്റിക്ക് അപേക്ഷ കൊടുക്കണം ഡൽഹിയിലേക്ക്. ചിലപ്പോൾ ഒരു 2-3 പ്രാവശ്യമൊക്കെ അതിങ്ങനെ തൃശ്ശൂർ ഡൽഹി യാത്ര ചെയ്യും. ഫർദർ ഡീറ്റെയിൽസ് വേണം, അതിൻ്റെ ഫോട്ടോഗ്രാഫ്സ് വേണം, അതിൻ്റെ വിസിനിറ്റിയിലുള്ള എല്ലാ കെട്ടിടങ്ങളിലെയും ഇത് വേണം, അതിൻ്റെ ഏജ് വേണം. അങ്ങനെ പല 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 കൊറികളും വരും. ഇതൊക്കെ നമ്മളിങ്ങനെ ചെയ്ത് ചിലപ്പോൾ ഒരു കൊല്ലക്കോടിന്ന് വരും. അൾട്ടിമേറ്റ്ലി സാങ്ഷൻ ചെയ്യും. ബൈ ഹും? ദി എക്സ്പേർട്ട് കമ്മിറ്റി. അതിൻ്റെ ഹെഡ് ആരാണ്? ഡയറക്ടർ, ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ. അപ്പീൽ എന്ന് നമ്മളതിനെ വ്യാഖ്യാനിക്കണു. അതായത് ഇറ്റ് വാസ് ട്രീറ്റഡ് ആസ് എൻ അപ്പീൽ. രാജ് സാറ് പറഞ്ഞ പോലെ, അതായത് ഒരു കോടതി തള്ളുമ്പോൾ അതിനെ മീതെ കൊടുക്കണതിനാണല്ലോ അപ്പീൽ എന്ന് പറയാം. അപ്പം നമ്മളെന്താണ്, സൂപ്രണ്ടിങ് ആർക്കിയോളജിസ്റ്റ് തൃശ്ശൂരിൽ നിന്ന് തള്ളി, അപ്പോൾ അതിന് കൊടുക്കണത് എന്താ? അപ്പീൽ. അപ്പീൽ നമ്മളതിനെ വ്യാഖ്യാനിച്ചു. എന്നാൽ ഈ ആക്ടിലോ ചട്ടങ്ങളിലോ എവിടെയെങ്കിലും അപ്പീലോ ഇങ്ങനൊരു എക്സ്പെർട്ട് കമ്മിറ്റി ഉണ്ടോ? ഇല്ല. അപ്പം എന്താ പിന്നത്? ഈ സംഗതി പിന്നെ ഇപ്പം നമ്മൾ അപ്പം തിന്നാൽ മതി കുഴി എണ്ണണ്ടെന്ന് നമ്മളൊക്കെ ചെയ്തിരുന്നു. നിരവധി അപ്ലിക്കേഷൻസ് അയച്ചതും നിരവധി ആൾക്കാർ ഇപ്പോൾ പല സ്ഥലങ്ങളിലായിട്ട് ഇങ്ങനെ ഉണ്ട്. ഈ പറയണ ഗുഹയുടെയും അവിടെയും ഇവിടെയൊക്കെ ഉണ്ട് പല സ്ഥലത്തും. ഈ എക്സ്പെർട്ട് കമ്മിറ്റി എന്നുള്ളത് ഒരു ഫിക്ഷനാണെന്നും നോ ലീഗൽ ബാക്കിംഗ്. ഏതിനും എന്തിനും ലീഗൽ ബാക്കിംഗ് വേണം. അപ്പം ലീഗൽ ബാക്കിംഗ് എന്ന് പറഞ്ഞാൽ എന്താ? നിയമം, ചട്ടം അല്ലേ? ഇതിലേതില്ല? ഇത് മുഴുവൻ വായിച്ചാലും ഇതിൽ ഇങ്ങനെ ഒരു എക്സ്പെർട്ട് കമ്മിറ്റി എവിടെയില്ല. ഒരു അപ്പീൽ എന്ന് പറയുന്ന സാധനമില്ല. പ്രോഹിബിറ്റഡ് ഏരിയ എന്ന് പറഞ്ഞിട്ട് നോട്ടിഫിക്കേഷൻ ഉണ്ട് താനും. എത്രയാ? 100. അപ്പം ഇതിൻ്റെ ലീഗാലിറ്റി എന്താ? നിയമസാധുത എന്താ? അങ്ങനെ 2 കക്ഷികൾ തമ്മിൽ വീണ്ടും ഡൽഹിയിൽ എന്തോ പ്രശ്നമുണ്ടായി. 2 അയൽക്കാർ തമ്മിൽ. അവർ ഡൽഹി ഹൈക്കോടതിയെ സമീപിക്കുന്നു. ആ തർക്കമുള്ള സ്ഥലങ്ങളാവട്ടെ, 2 കക്ഷികളുടെ സ്ഥലങ്ങളാവട്ടെ, ഹുമയൂൺ ടോംബ് എന്ന ചിരപുരാതനമായിട്ടുള്ള ചരിത്ര സ്മാരകം അണ്ടർ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ പ്രൊട്ടക്റ്റഡ് മോണ്യുമെന്റ് നമ്മുടെ അഭിമാനമാണ്. ഇതിൻ്റെ വളരെ അനവധി ആയിരക്കണക്കിന് 10,000-കണക്കിന് ടൂറിസ്റ്റ് വരുന്ന സ്ഥലമാണ്. അതിൻ്റെ അടുത്താണ് ഇപ്പോൾ ഈ പ്രശ്നം. അതിൻ്റെ ചുറ്റുവട്ടത്ത് കൂടെയാണ് ഡൽഹി മെട്രോ ഇങ്ങനെ പോണത്. ഈ പറയുന്ന ഡിസ്റ്റൻസിൻ്റെ ഉള്ളിൽ കൂടെ ഡൽഹി മെട്രോനും ഈ എക്സ്പെർട്ട് കമ്മിറ്റി ഒരു അനുവാദം കൊടുത്തിട്ടുണ്ട്. അവർ മനസ്സിലായോ? ഈ എക്സ്പെർട്ട് കമ്മിറ്റി ഡൽഹി മെട്രോ ഇതിൻ്റെ ഉള്ളിലല്ലേ, അപ്പോൾ എന്തെങ്കിലും ഒന്ന് വേണ്ടേ? ആ എക്സ്പെർട്ട് കമ്മിറ്റി ഡൽഹി മെട്രോന് ഒരു അനുവാദം. ഈ 2 കക്ഷികൾ തമ്മിൽ ഊക്കൻ തല്ല്. ഡൽഹി ഹൈക്കോടതി ഇതെല്ലാം പരിശോധിച്ചപ്പോൾ പഴയ ചരിത്രവും പശ്ചാത്തലമൊക്കെ ആയിട്ട് പഴയ 92 മോനക്കുള്ള മാന്തി. ഈ എക്സ്പെർട്ട് കമ്മിറ്റിക്ക് യാതൊരു എക്സ്പെർട്ടീസും ഇല്ല, നോ ലീഗൽ ബാക്കിംഗ്. ഇത് അസാധുവാണ്. ഇവർ കൊടുത്ത സാങ്ഷൻസ് മുഴുവൻ ഫേക്കാണ്.
അതിൽ കോടതിയുടെ മുമ്പാകെ വന്ന 400ഓളം അപേക്ഷകളുണ്ട്, അല്ല 400ഓളം സാങ്ഷൻസ് ഉണ്ട് എന്നുള്ള ഒരു സത്യവാങ്മൂലം എന്തൊക്കെയോ വന്നു. എല്ലാവർക്കും നോട്ടീസ് കൊടുക്കാനും ഷോക്കോസ് നോട്ടീസ് കൊടുക്കാനും എന്നിട്ട് അവരുടെ ഒരു ഓപ്പർച്യൂണിറ്റി ഓഫ് ബീങ് ഹേർഡ് വേണമല്ലോ. കാരണം അവർക്ക് റൈറ്റ്ലി ഓർ റോങ്ലി ഒരു എക്സ്പെർട്ട് കമ്മിറ്റി എക്സ്പെർട്ടീസ് ഇല്ലാത്തവരാണെങ്കിലും കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് അവർ എന്തൊക്കെ ഇപ്പോൾ അവസ്ഥ എന്നറിയില്ലല്ലോ. വീട് കയറ്റിയോ പൊളിഞ്ഞു പോയോ ഒന്നും അറിയില്ല. ബിൽഡിങ്സ് ഒക്കെയാണ്, വലിയ വലിയ റിസോർട്ടുകളൊക്കെയാണ്. നമ്മൾ വിചാരിക്കുന്ന പോലെ ഈ നമ്മൾ കുറച്ച് ആൾക്കാരുടെ സാധാരണക്കാരുടെ വീടൊന്നല്ല, വലിയ 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 സാധനങ്ങളാണ് ഈ എക്സ്പെർട്ട് കമ്മിറ്റി സാങ്ഷൻ കൊടുത്തിട്ടുള്ളത്. അപ്പം ഇതൊക്കെ ഒരു സുപ്രഭാതത്തിന് കൊണ്ട് പൊളിക്കാൻ പറഞ്ഞാൽ ശരിയാവില്ല. അതുകൊണ്ട് യു ഇഷ്യൂ ഷോക്കോസ് നോട്ടീസ്, എന്നിട്ട് അതിനെ സംബന്ധിച്ചുള്ള വിശദമായ സത്യവാങ്മൂലം ബോധിപ്പിക്കാൻ വേണ്ടി ഈ കേസ് ക്ലോസ് ചെയ്യാണ്ടത് അവിടെ തുറന്നു വെച്ചു. ഓപ്പറേഷൻ കഴിഞ്ഞ് കൂട്ടിയിട്ടില്ല കേട്ടോ, ഡൽഹി ഹൈക്കോടതി അവിടെ തുറന്നു വെച്ചു. ആ ഡൽഹി ഹൈക്കോടതിയാണ് പറഞ്ഞത് നിങ്ങൾ അശാസ്ത്രീയമായ പ്രവൃത്തിയാണ് ചെയ്യണത്. അതൊക്കെ മനസ്സിലുണ്ടല്ലോ. ഇതെല്ലാം കോടതി പരിശോധിച്ച് പറഞ്ഞു നിങ്ങൾ അതിനെക്കുറിച്ച് വരൂ. ഈ നമ്മുടെ ഈ ഇതിൻ്റെ ചുറ്റുവട്ടത്ത് എത്ര ആൾക്കാണ് ഈ നോട്ടീസ് കിട്ടിയിരിക്കുന്നത്? ഞാൻ ഒരു പടി മറുപടി എഴുതിയിട്ടുണ്ട്. പക്ഷേ അന്നൊക്കെ അവരെ പലരും വന്നിരുന്ന് നമ്മുടെ ഈ മറുത്ത് ഈ വന്നിരുന്ന് ഇവിടുന്നൊക്കെ ഇപ്പോൾ എനിക്ക് ഓർമ്മയുണ്ട്, ഈ ഭാഗത്തു നിന്ന് എവിടുന്ന് ഈ പെരുവനോ ഇവിടുന്ന് ഒരു ടീച്ചർ വന്നിരുന്നു, വയസ്സായ സ്ത്രീയാണ്. അവരുടെ മകൻ ഗൾഫിലാണ്. എത്രയോ വലിയ ഒരു സ്വപ്നമായിരുന്നു. അന്ന് തന്നെ എത്രയോ ലാക്സ് ആൻഡ് ലാക്സ് റുപ്പീസ് ചിലവഴിച്ചിട്ടുള്ള വീട് എല്ലാ പണി കഴിഞ്ഞ് മകൻ വന്നിട്ട് ഹൗസ് വാമിങ് നടത്താൻ കിടക്കുക. അപ്പോഴാണ് പൊളിക്കാതിരിക്കാൻ കാരണം കാണിക്കണം എന്ന് പറഞ്ഞിട്ടുള്ള നോട്ടീസ്. അല്ല, അത് ഒരു എക്സാമ്പിളാണ് ഞാൻ പറഞ്ഞു. ബാക്കിയുള്ളവരൊന്നും സുഖമെന്നല്ല. ലിൻഡിൽ വാർപ്പ് കഴിഞ്ഞ് നിൽക്കണത്, മറ്റത് പലതും കുറേ താമസം തുടങ്ങി, രണ്ടാമത് പണിയാറായി. ഇതൊക്കെ ഇപ്പോൾ ഈ എക്സ്പെർട്ട് കമ്മിറ്റിയുടെ ഇതിലാണേ. ഇതിനൊക്കെ ഇരുന്ന് മറുപടികൾ ഉണ്ടാക്കലാണ്. അതിൽ ഈ ടീച്ചറാവണ് വന്ന് ഉറക്കനെ നിലവിളിക്കും. അപ്പോൾ ആൾക്കാരൊക്കെ എന്താ ഇങ്ങനെ ഒരാൾ വന്ന് നിലവിളിക്കുന്നത്? ഈ വക്കീലും മര്യാദയ്ക്ക് കേസ് നടത്തിയില്ലേന്ന് വിചാരിക്കില്ല. അപ്പോൾ ടീച്ചറെ ദയവേത് കരയരുത്, നിങ്ങളുടെ വിഷമയ്ക്ക് മനസ്സിലാവും എന്നൊക്കെ പറയേണ്ട അവസ്ഥ ഈ 2009 കാലഘട്ടത്തിൽ ഞാൻ അനുഭവിച്ചിട്ടുണ്ട്. അപ്പോൾ പറഞ്ഞു ടീച്ചറെ പേടിക്കണ്ട, ഡൽഹി മെട്രോ പൊളിക്കുക ടീച്ചറുടെ മകൻ്റെ വീട് പൊളിച്ചെന്താ? അതിലും വലുതില്ലല്ലോ. ഡൽഹി മെട്രോ പറഞ്ഞാൽ എത്ര ആളെ ബാധിക്കണതാ. അപ്പോൾ അതുകൊണ്ട് അത് സംഭവിക്കാൻ പോകില്ല, ടീച്ചർ പേടിക്കേണ്ട. ഇതിനൊക്കെ വേറെ ഈ ഭരണഘടനയിൽ ഓർഡിനൻസ് അങ്ങനെ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ചില അഭ്യാസങ്ങളൊക്കെ ഉണ്ട്. ടീച്ചർ സമാധാനമായിരിക്കും, നമുക്ക് ഷോക്കോസിന് മറുപടി അയക്കുക പറഞ്ഞു. ഒക്കെ എഴുതി. അങ്ങനെ നിരവധി ടീച്ചർമാരല്ല, നിരവധി ആൾക്കാർ അങ്ങനെ മറുപടിയൊക്കെ അയച്ചു. ഒന്നും സംഭവിച്ചില്ല. ഓർഡിനൻസ് വന്നു. എന്താണ്? ഡൽഹി ഹൈക്കോടതിയുടെ വിധി തീയതി കട്ട് ഓഫ് ഡേറ്റായി. അതുവരെ ചെയ്തതെല്ലാം റെഗുലറൈസ് ചെയ്തു. അതിനുശേഷം പ്രളയം. എന്ന് പറഞ്ഞാൽ ഇവരൊക്കെ രക്ഷപ്പെട്ടു. ആ ഡൽഹി ഹൈക്കോടതിയുടെ വിധി വന്ന തീയതിക്ക് ശേഷം പിന്നെ 100 മീറ്ററും ഇല്ല, 100 മീറ്ററിലും ഒന്നുമില്ല, വീണ്ടും പഴയ അവസ്ഥ. ഈ അവസ്ഥയിലാണ് ഈ ഓർഡിനൻസ് വന്ന് ഇതിനെ റെഗുലറൈസ് ചെയ്തു. പക്ഷേ ഓർഡിനൻസ് വന്നു കഴിഞ്ഞാൽ നെക്സ്റ്റ് നിയമം വരണം. അതിന് ചില സമയപരിധികൾ, ചില നിയമങ്ങൾ, കാര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ ഉൽപ്പാദിപ്പിക്കപ്പെട്ട സാധനമാണ് ഈ 2010 അതിൻ്റെ പേരൊക്കെ ഒന്ന് ചെറുതായിട്ടൊക്കെ ഒന്ന് മാറ്റി. എന്നിട്ട് എന്തു ചെയ്തു? വളരെ ഭംഗിയായിട്ടുള്ള പേരൊക്കെ ഇട്ട് ഒരു നിയമം വന്നു. അമെൻമെൻറ്റ് ആൻഡ് വാലിഡേഷൻ ആക്ട് ഓഫ് 2010 എന്ന് പറഞ്ഞിട്ടൊരു നിയമം വന്നു. പിന്നീട് അതിൽ 2021 ചില ഭേദഗതികളൊക്കെ വന്നിട്ടുണ്ട്. എന്തായാലും ഈ നിയമമാണ് ഇപ്പോൾ നമ്മൾ പ്രയോഗിച്ചു കൊണ്ടിരിക്കുന്നത്. അപ്പോൾ എന്ത് സംഭവിച്ചു? ഈ നോട്ടിഫിക്കേഷനിലുള്ള 100ഉം 300ഉം 2 വകുപ്പുകളായിട്ട് ഈ ആക്ടിൽ വന്നു. 20A ആൻഡ് 20B. സബ്ജക്ട് ടു കറക്ഷൻ നോക്കട്ടെ. 20A ഡിക്ലറേഷൻ ഓഫ് പ്രോഹിബിറ്റഡ് ഏരിയ ആൻഡ് ക്യാരിയിങ് ഔട്ട് പബ്ലിക് വർക്ക് ഓർ അതർ വർക്ക്സ് ഇൻ പ്രോഹിബിറ്റഡ് ഏരിയ. പബ്ലിക് വർക്ക് മാത്രമല്ല കേട്ടോ, എനി അതർ വർക്ക്, കൺസ്ട്രക്ഷൻ ആക്ടിവിറ്റി പ്രോഹിബിറ്റഡ് ഏരിയ അതിൻ്റെ ഉള്ളിൽ നടത്തുന്നതിനെ സംബന്ധിച്ച് 100 മീറ്ററിൻ്റെ ഉള്ളിൽ പാടില്ല എന്നുള്ളത് വിജ്ഞാപനത്തിൽ നിന്നും പോയി ആക്ടിൻ്റെ ഉള്ളിലേക്ക് ഒരു സെക്ഷനായിട്ട് വന്നു. അതിൻ്റെ ഗൗരവം ഞാൻ പറഞ്ഞുതരാം. അടുത്ത സെക്ഷൻ എന്താ വെച്ചാൽ റെഗുലേറ്റഡ് ഏരിയയിൽ 300 മീറ്ററിൻ്റെ നെക്സ്റ്റ് 200 ഉണ്ടല്ലോ, അതിൻ്റെ ഉള്ളിലും നിയന്ത്രിത മേഖല
റെസ്ട്രിക്റ്റഡ് ഏരിയ, അതിൻ്റെ ഉള്ളിൽ എങ്ങനെയൊക്കെയാണ് നിങ്ങൾ ഇത് സമ്പാദിക്കേണ്ടത് എന്ന് സംബന്ധിച്ച് അതിനും വ്യവസ്ഥകൾ വന്നു. അതും ആക്ടിൻ്റെ ഭാഗമായി. നോട്ടിഫിക്കേഷൻ ആണെങ്കിൽ ഗവൺമെൻറ്റിന് വിഡ്രോ ചെയ്യാം, അമെൻഡ് ചെയ്യാം, ഓൾട്ടർ ചെയ്യാം, എന്തും ചെയ്യാം. ഇത് പാർലമെൻറ്റിന് മാത്രമേ പറ്റൂ. ഇന്ന് ഇപ്പോൾ ആര് വിചാരിച്ചാലും നിങ്ങൾക്ക് 100 മീറ്ററിൻ്റെ ഉള്ളിൽ ഒരു സാങ്ഷൻ തരാൻ കഴിയില്ല. കാരണം അത് നിയമത്തിൻ്റെ ഭാഗമാണ്. ഈ പറയുന്ന 2010 മുമ്പ് സർക്കാരിന് അതിലെന്തെങ്കിലും ഇടപെടാം. ഇപ്പം പറ്റുമോ? സർക്കാരിന് പറ്റില്ല. കാരണം ഡെലിഗേറ്റഡ് പവറിൻ്റെ ഉള്ളിൽ വരണമല്ലത്. ഡെലിഗേറ്റഡ് പവറിൻ്റെ ഉള്ളിൽ എന്താ വരിക? ഓൾറെഡി ഉള്ള സാധനങ്ങളെ സപ്ലിമെൻ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ എന്തെങ്കിലും ചെയ്തോളി. ഇതിവിടെ ഓൾറെഡി ഇല്ലേ? 20A 20B അതിൻ്റെ ഉള്ളിൽ ഭാഗമായി പെർമനൻറ്റ്. ഇനി അത് പാർലമെൻറ്റ് മാറ്റണം. ഹൂ വിൽ ഇനീഷ്യേറ്റ്? ഹൂ ഷുഡ് ഇനീഷ്യേറ്റ്? ഹൂ ഷുഡ് ടോക്ക് ഫോർ അസ്? ഇതാരെങ്കിലും മനസ്സിലാക്കിയിട്ടുണ്ടോ? ഇതെല്ലാം വനരോധനങ്ങളാണ്. ഇതിന് ശേഷം ഞാൻ ചോദിക്കട്ടെ, ഇവരൊക്കെ ഇവിടെ ഉദ്യോഗസ്ഥന്മാരിരിക്കുന്നുണ്ട്. ഇതിന് ശേഷവും സാമാജികർ വിളിക്കും, അതോ ഹലോ ഇതാ രാജൻ സാർ, എൻ്റെ സ്വന്തം ആളാണ് വരുന്നത്, ഇതാ ജോസഫ് സാർ വരുന്നുണ്ട്, അത് വേണ്ട ചെയ്തു കൊടുക്കണം. ചെയ്യാൻ പറ്റില്ല, ദൈവത്തിന് പറ്റില്ല. നിയമലംഘനം നടത്താൻ പറ്റുമോ? ഇനി ഒരു ദുരന്തം, രണ്ടാമത്തെ ദുരന്തം, ഈ നെക്സ്റ്റ് 200 ഉണ്ടല്ലോ, അതിൽ പണ്ട് ഈ 2010 വരെ, അതായത് 92 മുതൽ ഡൽഹി ഹൈക്കോടതി കുറച്ചു കാലത്ത് തടഞ്ഞു വെച്ചതൊഴിച്ച് ബാക്കിയുള്ള കാലങ്ങളിൽ 100ന് പ്രോഹിബിഷൻ തന്നെ. അതിന് എക്സ്പെർട്ടീസ് ഇല്ലാത്തൊരു കമ്മിറ്റിയുടെ സാങ്ഷൻ കിട്ടിയാൽ കിട്ടി, പോയാൽ പോയി. പക്ഷേ നെക്സ്റ്റ് 200കാരൊന്നും വലുതായിട്ട് പരിക്കേറ്റിരുന്നില്ല. കാരണം അവരൊരു അപേക്ഷ എഴുതിയിട്ട് ഇവിടേക്ക് അയക്കണം. എവിടേക്ക്? തൃശ്ശൂർ ആർക്കിയോളജി, ഇവിടുത്തെ സൂപ്രണ്ടിങ് ആർക്കിയോളജിസ്റ്റിന്. ഞാൻ ഇപ്പോൾ തൃശ്ശൂരെന്ന് ഉദാഹരണം പറഞ്ഞു. ഇതുപോലുള്ള സൂപ്രണ്ടിങ് ആർക്കിയോളജിസ്റ്റുകൾ ഉള്ള സ്ഥലത്ത്, അഥവാ സൂപ്രണ്ടിങ് ആർക്കിയോളജിസ്റ്റിന് തത്തുല്യമായ തസ്തികകളുള്ള തമിഴ്നാട് പോലുള്ള സ്ഥലങ്ങളിൽ എഴുതി അയച്ചു കഴിഞ്ഞാൽ 1 മാസത്തിൻ്റെ ഉള്ളിൽ നമുക്ക് സാങ്ഷൻ കിട്ടും. അവരൊരു പരിശോധന നടത്തും, ഒരു റിപ്പോർട്ട് അവിടുത്തെ ആൾക്കാർ കൊടുക്കും. അത് കഴിഞ്ഞിട്ട് ബിരുദ് പരിഗണിക്കും. കാരണം നിറച്ച് ബിൽഡിങ്സ് അല്ലേ, 300ൻ്റെ ഉള്ളിൽ ബിൽഡിങ്ങിൻ്റെ കാർഡല്ലേ. പിന്നെ ഒരാൾ ബിൽഡിങ് കയറ്റി എന്താ ഗ്രാൻഡ് ചെയ്യും. അതായത് ഇങ്ങനെ ഒരു ആർക്കിയോളജിക്കൽ മോണുമെൻ്റ് അവിടെ ഉണ്ട് എന്നുള്ളതുകൊണ്ട് കാര്യമായിട്ടുള്ള പരിക്ക് 100 കഴിഞ്ഞിട്ടുള്ളവർക്ക് ഉണ്ടായിരുന്നില്ല. ഇപ്പോഴത്തെ അവസ്ഥയോ, നിങ്ങൾ സാങ്ഷൻ ഇല്ലാണ്ട് അവിടെ പണി തുടങ്ങിയാൽ വരും. ആര്? സെൻട്രൽ ആർക്കിയോളജി നോട്ടീസ് തരും, സ്റ്റോപ്പ് മെമ്മോ തരണം. തന്നിട്ടില്ലെങ്കിൽ ആ ഉദ്യോഗസ്ഥന്മാർക്ക് ജയിൽ ശിക്ഷയാണ്. അപ്പോൾ അവർ തരില്ലേ? ഞാനാണെങ്കിലും എൻ്റെ സ്വന്തം മകൻ കയറ്റുകയാണെങ്കിലും ഞാൻ കൊടുക്കില്ലേ? അല്ലെങ്കിൽ എനിക്ക് ജയിലാണേ. കാരണം എന്താ? എൻ്റെ ഡ്യൂട്ടിയാണ് ഇത് റിപ്പോർട്ട് ചെയ്യൽ. ഇഫ് ദാറ്റ് ഡ്യൂട്ടി ഈസ് നോട്ട് പ്രോപ്പർലി എക്സസൈസ്ഡ്, പണിഷ്മെൻറ്റ്. അപ്പോൾ ആരാ ഈ സൂപ്രണ്ടിങ് ആർക്കിയോളജിസ്റ്റും അദ്ദേഹത്തിൻ്റെ ഈ വലിയ ഓഫീസും നോക്കുക? എന്ത്? നിങ്ങളവിടെ എന്തെങ്കിലും മാന്തുണ്ടോന്ന് ഉണ്ടെങ്കിൽ റിപ്പോർട്ട് ചെയ്യണം. എന്നാൽ ഇനി ഒന്ന് അപേക്ഷിച്ച് ഇതാക്കാച്ചാലോ? അപേക്ഷിക്കാം. അപേക്ഷിച്ച് ഇവരെടുത്ത് കൊടുത്താൽ അവർ തിരുവനന്തപുരത്തേക്ക് അയക്കും, സ്റ്റേറ്റ് ആർക്കിയോളജിക്ക്. തുഗ്ലക്കിൻ്റെ ഭരണപരിഷ്കാരം നമ്മൾ ചരിത്രത്തിൽ പണ്ട് പഠിച്ചിട്ടുണ്ട്. അതുപോലത്തെ ഒരു തലസ്ഥാന മാറ്റാണ്. തൃശ്ശൂരൊന്നും പറ്റില്ല, അത് തിരുവനന്തപുരം ആർക്കിയോളജിയിലേക്ക് പോയി. അവിടെ സ്റ്റേറ്റ് ആർക്കിയോളജിയിൽ നിന്ന് ആൾക്കാർ വരും തിരുവനന്തപുരത്ത് നിന്നേ. എന്ന് വരും? ഈ കേരളം മുഴുവനില്ലേ, എന്നെങ്കിലും വരും. വന്നാലോ? വന്നവരൊരു റിപ്പോർട്ട് എഴുതിയിട്ട് ഡൽഹിയിലേക്ക് അയക്കും. ഡൽഹിയിൽ നിന്ന് എന്തെങ്കിലും കിട്ടും. ഇതിൻ്റെ പേരൊക്കെ ഒന്ന് മാറ്റി, കോമ്പീറ്റൻ്റ് അതോറിറ്റി. എന്ത് രസമല്ലേ, കോമ്പീറ്റൻ്റ് അതോറിറ്റി. മനോഹരമായ പേര്. കോസ്മെറ്റിക് ചേഞ്ചുകളും കുറേ ഇല്ലാത്ത അധികാരങ്ങളും കൂട്ടിച്ചേർത്ത് അശാസ്ത്രീയമായ രീതിയിൽ സാധാരണക്കാരായിട്ടുള്ളൊരു ജനത്തിന് തൃശ്ശൂർ വന്ന് കിട്ടിയിരുന്നൊരു കടലാസ് ആദ്യം തിരുവനന്തപുരത്തേക്ക് അയക്കുക. ഈ നെക്സ്റ്റ് 200 പറയണം. അപ്പോൾ 100 അവിടെ ഇരിക്കണം കേട്ടോ. 100 കഴിഞ്ഞിട്ടുള്ള 200 മീറ്റേഴ്സ്
ആ അവസ്ഥയെ പറയണ. അതായത് പക്ക അങ്ങാടിയാണ്. ഇപ്പൊ ഈ നേരത്തെ പറഞ്ഞ ഗുഹയുടെ ഈ 100 കഴിഞ്ഞ് പിന്നത്തെ 200 ഉണ്ടല്ലോ, കുന്നംകുളം അങ്ങാടിയുടെ അടുത്തെത്തി. അവിടെ ഉള്ള സ്ഥിതിയാ പറയണേ. തിരുവനന്തപുരത്തേക്ക് അയക്കാം. തിരുവനന്തപുരത്ത് അയച്ചാൽ അവരെന്തെങ്കിലും വരും. അത് കഴിഞ്ഞ് അവർ ഡൽഹിയിലേക്ക് അയക്കും. അതിന് കിട്ടി പോയാൽ പോയി. എന്താ ഈ നിയമം ആൾക്കാർക്ക് ഗുണദോഷ? എന്താണ് ഇതുകൊണ്ടുള്ള പ്രൊട്ടക്ഷൻ മോണ്യുമെന്റിന്? ഈ നോട്ടിഫിക്കേഷൻ ഡൽഹി ഹൈക്കോടതി പറഞ്ഞ പോലെ, ഏത് 92 പറഞ്ഞ പോലെ, ഓരോ മോണ്യുമെന്റിന് ചിലതിന് 5 ആവും, ചിലതിന് 500 ആവും. ചെയ്യൂ. അപ്പൊ അതിൻ്റെ ഉള്ളിൽ ദുരന്തം അനുഭവിക്കണവരെ സംബന്ധിച്ച് ചിലപ്പോൾ പുനരധിവസിപ്പിക്കേണ്ടി വരും. സംഭവിക്കുന്നില്ലേ നാട്ടില്? ഇപ്പൊ റോഡ് വരുന്നു, അക്വിസിഷൻ നടപടികൾ, പുതിയ നിയമം വന്നില്ലേ? ഇപ്പൊ പണ്ടത്തെ പോലെ 100 രൂപയല്ലല്ലോ സെന്റിന്. ന്യായമായ വില കിട്ടും ഹൈവേകളുടെ അക്വിസിഷന്. ന്യായമായ വില, വൈറ്റ് മണി. നടക്കണില്ലേ പണികള്? അല്ലാണ്ട് ആൾക്കാർ കൊടുക്കുമോ? എന്നും കേസാവും. അത് മനസ്സിലാക്കി. അത് ഗ്രേറ്റർ കൊച്ചിൻ ഡെവലപ്മെന്റ് അതോറിറ്റിയുടെ ആദ്യകാലത്ത് ഇതിലെന്തേ ചെയ്തിരുന്നു വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ അക്വയർ ചെയ്ത് കഴിഞ്ഞാൽ ബിൽഡിംഗ് റൂൾസ് നിന്ന് എക്സെപ്റ്റ് ചെയ്യും എന്ന് പറഞ്ഞാൽ 3 മീറ്ററും 30 മീറ്ററും ഒന്നും വിടണ്ട, നിങ്ങളുടെ മറം ഇവിടെ കൊണ്ടുവന്ന് വെച്ചോളൂ. അപ്പോൾ ആൾക്കാർ സ്ഥലം കൊടുക്കും. എന്താണ്? വലിയ വഴി വരികയാണ്, രാജപാത വരികയാണ്, അതിൻ്റെ തൊട്ടടുത്തേക്ക് ഇറങ്ങാം. അപ്പം നാമമാത്രമായ വിലയ്ക്ക് കൊടുക്കും അന്തകാലത്ത്. അത് വീണ്ടും മോഡിഫൈ ചെയ്തു. എന്നിട്ട് പറഞ്ഞു നിങ്ങൾക്ക് ആ ഏരിയയിലുള്ള ഒരു സാമാന്യമായ വില. അത് നെഗോഷിയേഷനാണ്. ആ നെഗോഷിയേഷൻ പ്രകാരമാണ് ഇപ്പോൾ ഈ നാഷണൽ ഹൈവേകൾക്ക് സ്ഥലം അക്വയർ ചെയ്യണം. അതേപോലെ ഒരു പർട്ടിക്കുലർ മോണ്യുമെൻ്റ് ഉണ്ട്. അതിനെ ജസ്റ്റ് ലൈക്ക് അത്ര കണ്ടില്ലെങ്കിലും താജ്മഹൽ പോലെ അല്ലെങ്കിലും അതിൻ്റെ ഒരു ഏകദേശം അത്രയും വലിയൊരു ഇമ്പോർട്ടൻസ് ഉള്ളൊരു സാധനമാണ്. അതിന് 100, 300 പോരാ, 500 വേണം. ആ 500ൻ്റെ ഉള്ളിൽ എത്രമാത്രം വിട്ടിട്ട് വേണം, എന്തൊക്കെ വേണം. അവിടെ ഒരു ഹോട്ടലാണ്, അതിൻ്റെ വേസ്റ്റ് ഇങ്ങോട്ട് അല്ലെങ്കിൽ അതിൻ്റെ പുക ഇങ്ങോട്ട്, അത് നശിച്ചു പോവും. ചെയ്തൂടെ? നോട്ടിഫിക്കേഷൻ പോരെ? അത് ഇംപ്ലിമെന്റ് ചെയ്യണതിലല്ലേ ഓണസ്റ്റി വേണ്ടത്. അതല്ലാണ്ട് അൺനെസറി ആയിട്ട് ഒരു അധികാരമുണ്ടെന്ന നിലയ്ക്ക് അത് അടിച്ചേൽപ്പിക്കുകയാണോ വേണ്ടത്? ഇതിൻ്റെ ഉള്ളിൽ പെടുന്നതോ ഒരു നാമമാത്രമായ ന്യൂനപക്ഷം. ആര് കാണുന്നു അവരുടെ വേദനകൾ? ആ മീറ്റിങ്ങിൽ ചോദിച്ചു, കുറച്ച് അൺപാർലമെൻ്ററി ആയിട്ടാണ് ചോദിച്ചത്. എവിടുന്നോ വന്ന ഒരാൾ, അയാളുടെ സമനില തെറ്റി. കാരണം അയാൾക്ക് ആകെയുള്ളത് അതാണ്, എത്രയോ തലമുറകളായിട്ട്. എൻ്റെ പുരാവസ്തു അല്ലടാ വെച്ചു. കാരണം പുരാവസ്തു 4-5 തലമുറയിട്ട് അതാണ്, അതിന് തോന്നൂല്ല എന്നാണ്. ഇതാണ് ഇന്ന് ഇപ്പോൾ നമ്മൾ പാലിച്ച് ആചരിച്ചു വരുന്ന നിയമം. ഇതിൻ്റെ അശാസ്ത്രീയത എത്രമാത്രമുണ്ട്? ഈ കാര്യത്തിൽ ഈ സൊസൈറ്റിക്ക് ഫൈറ്റ് ചെയ്യാൻ കഴിയുമോ എങ്കിൽ ജനോപകാരപ്രദമായിരിക്കും, അത് ഫ്രൂട്ട്ഫുൾ ആവും. ഇത് ഇനി പാർലമെന്റിൽ മാറ്റിയെടുക്കുകയല്ലാതെ മറ്റൊരു വഴി നമ്മുടെ മുമ്പിലില്ല. ഇതിനെക്കുറിച്ച് സംസാരിച്ചപ്പോൾ അതിന് അർഹതപ്പെട്ടവരും അറിയണവരും ഇതിനെക്കുറിച്ച് അജ്ഞരാണ്. ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ ഒരു വാദം പറഞ്ഞില്ലേ, അതായത് സുപ്രീം കോടതിയുടെ സ്റ്റേ ഇതിന് മാത്രമാണ്, റീകൺസിഡർ ചെയ്യാൻ പറഞ്ഞതിന് ഇല്ല എന്ന് പറഞ്ഞല്ലോ. ഞാൻ നേരത്തെ പറയണ്ടായി. വീണ്ടും പുനഃപരിശോധിച്ച് നിങ്ങളതൊക്കെ ഒന്ന് ശരിയാക്കി എടുക്കും. അതുവരെ ഇത് സ്റ്റേ ചെയ്തു എന്നുള്ളതിൻ്റെ സ്റ്റേ മാത്രമേ സുപ്രീം കോടതി ഇടപെട്ടുള്ളൂ. മറ്റത് അവിടെ നിൽക്കുന്നുണ്ട് എന്നുള്ളത്. ഈ നേരത്തെ പറഞ്ഞ ഹുമയൂൺ ടോംബിൻ്റെ അടുത്തുള്ള കേസ് വന്നപ്പോൾ വാദം ഉന്നയിച്ചു. അതെ, ഞങ്ങൾ ആരാന്നുള്ളത് ഞാൻ പറയണ്ടല്ലോ. ഞങ്ങൾ ചെയ്തത് സുപ്രീം കോടതി അന്ന് 92 ഡൽഹി ഹൈക്കോടതിയുടെ ഈ കോടതിയുടെ വിധിയിൽ സ്റ്റേ ചെയ്തത് ആ കഷ്ണം മാത്രം. റിമൈനിങ് പോർഷൻ ഉണ്ട്. വാട്ട് ഈസ് ദാറ്റ്? യു റീകൺസിഡർ ഇറ്റ്. ഒന്ന് ഫ്രെയിം ചെയ്യൂ. അത് ഈ 100, 300 എല്ലാവർക്കും എന്നുള്ളതൊക്കെ ഒന്ന് റീഫ്രെയിം ചെയ്യൂ. ഓരോന്നിൻ്റെ ഭൗതിക സാഹചര്യം അനുസരിച്ച് ചെയ്യൂ എന്ന് പറഞ്ഞത് അവിടെ നിലവിലുണ്ട്. ഓൺ ദി സ്ട്രെങ്ത് ഓഫ് ദാറ്റ് വി ഫോംഡ് ദിസ് എക്സ്പേർട്ട് കമ്മിറ്റി. കേൾക്കുമ്പോൾ മനോഹരമായിട്ടുള്ള വാദമല്ലേ? വക്കീലിൻ്റെ ബുദ്ധിയിൽ ഉദിച്ചതാണത്. അപ്പോൾ ഡൽഹി ഹൈക്കോടതി പറഞ്ഞു, ആ കോടതിയുടെ ഒരു പരാമർശം
ഒരു എക്സ്പെർട്ട് കമ്മിറ്റി രൂപീകരിക്കാനുള്ളതല്ല. എക്സ്പെർട്ട് കമ്മിറ്റി രൂപീകരിക്കുകയും പ്രവർത്തിക്കുകയും അപ്പീലുകൾ എന്ന വ്യാജേന കേൾക്കുകയും ചെയ്യണമെങ്കിൽ നിയമം വേണം, കോടതിയിലൊരു പരാമർശം പോരാ, അതവിടെ കയ്യിൽ വെച്ചാൽ മതി. അപ്പം ഈ വാദം ഉന്നയിച്ചവർക്ക് അത് റീകൺസിഡർ ചെയ്തിട്ട് ഇതുപോലൊരു കാടൻ നിയമം കൊണ്ടുവരുന്നതിന് പകരം ഈ നോട്ടിഫിക്കേഷൻ മോഡിഫൈ ചെയ്ത് അവതരിച്ചുവെങ്കിൽ എത്ര മനോഹരമായിരുന്നു. അതിൻ്റെ കാടത്തം എന്താണ്? ഇതേപോലെ ഞാൻ നേരത്തെ ഒരു സാധനം പറഞ്ഞു നിർത്തി. ഇത് സ്റ്റേറ്റ് ആർക്കിയോളജി, ഇത് സെൻട്രൽ ആർക്കിയോളജി. സ്റ്റേറ്റ് ആർക്കിയോളജിയുടെ നിയമത്തിൽ സമാനമായ ഇതുണ്ട്, പ്രൊവിഷൻ ഉണ്ട്. ഏത്? ഡെലിഗേറ്റഡ് പ്രൊവിഷൻ എന്ന് ഞാൻ നേരത്തെ പറഞ്ഞ വിജ്ഞാപനങ്ങളൊക്കെ പുറപ്പെടുവിച്ച് പ്രൊട്ടക്റ്റഡ് ഏരിയയെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ എങ്ങനെയൊക്കെ വേണമെങ്കിൽ ക്ലാസിഫൈ ചെയ്ത് പ്രൊട്ടക്റ്റ് ചെയ്യാനുള്ള അധികാരത്തോട് കൂടിയിട്ടാണ് 1968 ആക്റ്റും 72 ചട്ടവും ഈ നമ്മുടെ കേരളത്തിലുള്ളത്. സ്റ്റേറ്റ് ആർക്കിയോളജിയുടെ കീഴിൽ നിരവധി മോണിമെന്റ്സ് ഉണ്ട്. ഒരെണ്ണത്തിലും 100 300 ഇല്ല. അപ്പോൾ ആ മോണിമെന്റ് പ്രൊട്ടക്റ്റ് ചെയ്യപ്പെടില്ലേ? അതോ അത് നശിക്കുക? വേസ്റ്റേജ് ഓഫ് മണിയാണോ? ഹൂ വിൽ ആൻസർ ടു ദിസ് ക്വസ്റ്റ്യൻ? ഞാൻ പറഞ്ഞതിൻ്റെ മനസ്സിലായില്ലേ? ഞാനിത് സ്റ്റേറ്റ് ആർക്കിയോളജിയുടെ ഈ മോണുമെന്റിന്റെ തൊട്ടടുത്ത് 100 മീറ്ററിൻ്റെ ഉള്ളിൽ ഞാൻ വീട് കയറ്റുന്നു. അദ്ദേഹത്തിൻ്റെ വീട് സെൻട്രൽ ആർക്കിയോളജിയുടെ മോണുമെന്റിന്റെ 100 മീറ്ററിൻ്റെ ഉള്ളിലാണ് പൊളിഞ്ഞാടിയിരിക്കണു. കെട്ടാൻ പറ്റില്ല. എന്താ കാരണം? അത് 20A 20B അല്ലേ അവിടെ കിടക്കണത് ആക്ടിലെ. ഇവിടെ അങ്ങനെ ഒന്നുമില്ല. അപ്പൊ സ്റ്റേറ്റ് ചെയ്യണത് ശരിയല്ല എന്നാണോ? അങ്ങനെയാണെങ്കിൽ എന്താ ഇതിന് പ്രതിവിധി ചെയ്തത്? അഥവാ ഈ ഡിസ്ക്രിമിനേഷൻ എങ്ങനെയാണ് ഇതാക്കുക? ഇവിടെ മോണുമെന്റ് പ്രൊട്ടക്റ്റ് ചെയ്യപ്പെടുന്നില്ലേ ഈ 100 300 ഇല്ലാത്തതുകൊണ്ട്? ഈ 100 300 ഉള്ളതുകൊണ്ട് അഡീഷണൽ പ്രൊട്ടക്ഷൻ എന്താണ് അവിടെ നടക്കുന്നത്? അതൊന്ന് ജനത്തിനെ ബോധ്യപ്പെടുത്തണ്ടേ? ഈ വക ചോദ്യങ്ങൾക്കൊക്കെ എന്താണ് മറുപടി? മീഡിയ ടേക്കപ്പ് ചെയ്യേണ്ട കാര്യമാണത്. അതാണ് ഞാൻ രാമേന്ദ്രൻ സാറിന് ഇതിൽ റോൾ ഉണ്ടെന്ന് പറയാൻ കാരണം. ഇതൊന്നും അഡ്രസ്സ് ചെയ്യപ്പെടുന്നില്ല. കാരണം എന്താ? മഹാഭൂരിപക്ഷം ഇല്ല, അവർക്ക് സംഘടന ഇല്ല, അവർക്ക് സ്ട്രെങ്ത് ഇല്ല. ഇത് കേരളത്തിലാണ് ഇത് അനുഭവിക്കുന്ന സമൂഹമുള്ളൂ എന്ന യാഥാർത്ഥ്യം കൂടി മനസ്സിലാക്കിയാൽ, സപ്പോസ് ഇത് മറ്റൊരു നോർത്തേൺ സ്റ്റേറ്റിലായിരുന്നുവെങ്കിൽ ഇത് പാസ്സാവുമായിരുന്നു. അവർക്ക് വിദ്യാഭ്യാസമൊക്കെ കമ്മിയാണ്. ഈ ഇവിടുന്ന് തിരഞ്ഞെടുത്ത് അയക്കുന്ന ആൾക്കാർക്ക് വിദ്യാഭ്യാസമൊക്കെ കമ്മിയാണ്, ചിലപ്പോൾ ഗുണ്ടായുസൊക്കെ ആവും. പക്ഷേ അവിടെയാണെങ്കിൽ അവിടുത്തെ സാമാന്യ ജനത്തെ ഇതേപോലെ ബാധിക്കുന്നതായിരുന്നുവെങ്കിൽ ഈ നിയമം അവിടെ പാസ്സാവുമോ ഇല്ലയോ? എനിക്ക് തോന്നുന്നില്ല. അവിടെ മേശപ്പുറത്ത് കയറി നിന്നിട്ടോ വലിച്ചു കീറിയിട്ടോ അതിലിടപെട്ടിട്ടുണ്ടാവും എന്നാണ് നമ്മളിപ്പോൾ ഈ പത്രങ്ങളിൽ നിന്നൊക്കെ മനസ്സിലാക്കണത്. നമ്മളിപ്പോൾ പാർലമെൻറ്റിൻ്റെ ഉള്ളിൽ പോയിട്ട് കണ്ടിട്ടല്ല. ഒരു സാധാരണക്കാരൻ എന്ന നിലയ്ക്ക് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള അങ്ങനെയാണ്. അവിടെ സാമാജികർ സാധാരണക്കാരൻ്റെ കാര്യം അവിടെ സംസാരിക്കും. അത് ചിലപ്പോൾ കുറച്ച് വളരെ മോശമായ രീതിയിലായിരിക്കാം, നല്ല രീതിയിലായിരിക്കാം, ക്രൂഡാവാം, റിഫൈൻഡ് ആവാം, വി ഡോണ്ട് നോ. ബട്ട് ദേ വിൽ അഡ്രസ്. ഇവിടെ ഇഗ്നോറൻ്റ് ആണ്. ഇത് ഇന്നേ വരെ അഡ്രസ് ചെയ്തിട്ടില്ല. ഇതിനു വേണ്ടിയിട്ട് ചർച്ചയ്ക്കോ മറ്റോ ഉള്ള സാഹചര്യങ്ങൾ പല ഘട്ടങ്ങളിലും ഞാനും കൂടിയും ഭാഗഭാക്കായിട്ടുള്ള കേസുകളിലും പറയും. ഞാൻ മാത്രമല്ല, കുറേ ആൾക്കാർ ഇതിനു വേണ്ടി ശ്രമിച്ചപ്പോഴൊക്കെ വൺ വേ ഓർ അതർ അവർ വേടി. കാരണം എന്താ? എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റില്ല. ഒരാളിപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ എൻ്റെ പുരാവസ്തു അല്ലടാന്ന് ചോദിച്ച പോലെ അന്ന് ഉണ്ടായിരുന്നില്ലടോ എന്ന് ചോദിച്ചാൽ എന്താ പറയുക? ആൻസർ ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് ദേ വോണ്ട് ഫേസ്. ഇതാണ് ഇതിൻ്റെ സിമ്പിളായിട്ടുള്ള ഈ പറയുന്ന വലിയ ഒരു പ്രസ്ഥാനത്തിൻ്റെ ഇന്നുള്ള ലോയിലുള്ള ഫ്ലോ. ഇതുകൊണ്ട് ദുരിതം അനുഭവിക്കുന്നവർ, ഇതിപ്പോൾ നിങ്ങൾ ഈ പറയുന്ന മോണിമെന്റ്സ് നിരവധി ഉണ്ടല്ലോ. ഇപ്പം മോണിമെൻ്റാണ് വടക്കുന്നാഥൻ, നമ്മൾ അറിയില്ല. കാരണം എന്താ? 100 മീറ്റേഴ്സ് അവിടെ ഉണ്ട്. അറിയണ്ടോ? കർണാടകയിൽ അറിയില്ല. ഹംപി ഇല്ലേ? ബേലൂർ ഹലേബീഡും ഇല്ലേ? എത്ര ഉണ്ട്? കാരണം അതിന് അതിൻ്റെതായിട്ടുള്ള സൈറ്റുകളുണ്ട്. നമ്മളെന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു സിറ്റിയല്ലേ കേരളം. ഇവിടെ നമ്മുടെ തൊട്ട് മുറ്റം അല്ല തൊട്ട് വീടല്ലേ അടുത്തത്. നമുക്കൊരു പ്രോപ്പർ കോർട്ട് യാർഡ് ഉണ്ടോ? അതിനുള്ള സ്ഥലമുണ്ടോ?
അപ്പോൾ അതിൻ്റെ ഒരു അശാസ്ത്രീയത എന്താ? സേ ഫോർ എക്സാമ്പിൾ, ഞാൻ അനദർ എക്സാമ്പിൾ പറയാം. ഇപ്പോൾ ഒരു മോണിമെൻറ്റ്, ആ മോണിമെൻറ്റിൻ്റെ 100 മീറ്ററിൻ്റെ ഉള്ളിലുള്ള ഒരു പറമ്പ്, അതിലൊരു വലിയ കെട്ടിടം നിൽക്കുന്ന ഒരു വീടോ മറ്റേ വേറെ എന്തെങ്കിലും ബിൽഡിങ്ങോ എന്തോ ആവട്ടെ, ഈ മോണിമെൻറ്റിൻ്റെ തൊട്ടടുത്ത് ഒരു 5-10 മീറ്റർ ഉള്ളിൽ, അത് കഴിഞ്ഞ് ബാക്കി 90 സെൻറ്റ് വിശാലമായിട്ട് കിടക്കുകയാണ്. ആ 90 സെൻറ്റ് 100 മീറ്ററിൻ്റെ ഉള്ളിൽ ഒന്നും തൊടാൻ പാടില്ല. എന്താ ഈ മോണിമെൻറ്റിൻ്റെ പ്രൊട്ടക്ഷൻ കിട്ടുക? ഇത് പൊളിച്ചിട്ടാണെങ്കിൽ ശരി, സമ്മതിച്ചു, 1 ഏക്കർ സ്ഥലം ഇങ്ങനെ ഉണ്ട്, നല്ലോണം കാണാം, അവിടെ എന്താ നടക്കണമെന്ന് കാണാം. ഞാൻ പറയുന്നതിൻ്റെ അർത്ഥം മനസ്സിലായോ? ആ 90 സെൻറ്റിൻ്റെ ആൾക്കാരുടെ ഇത് ആരാണ് ഇതിനെ കോമ്പൻസേറ്റ് ചെയ്യുക? എന്താണ് അതിലുള്ളൊരു നീതി? ഇത് ആരെ രക്ഷിക്കാൻ? അവരെ സംബന്ധിച്ച് ചിലപ്പോൾ അവരുടെ പൂർവിക സ്വത്ത് അതായിരിക്കും, വേറെ വസ്തു ഉണ്ടാവില്ല. ഇത് ഭാഗിച്ചിട്ട് എന്താ കാര്യം? ഭാഗിച്ചു, എല്ലാ അവകാശികളും കൂടി 10 ഷെയറാക്കുക, 10 സെൻറ്റ് എടുക്കുക, വീട് വയ്ക്കാൻ പറ്റില്ല, വിൽക്കാൻ ആരും ഇത് വാങ്ങില്ല. എന്താണ് അവരുടെ ദുരിതം? ഇതാര് കാണുന്നു? ഇതിലേക്കാണ് ഈ സംഘടന ശ്രദ്ധിക്കേണ്ടത്. അത് ജനോപകാരപ്രദമായിരിക്കും, ഇഫക്റ്റീവായിരിക്കും. അതിനുണ്ടാവുന്ന ഇമ്പാക്റ്റ് നമ്മൾ വിചാരിക്കുന്നതിലും കൂടുതലായിരിക്കും. സംഘടനയുടെ പ്രസക്തി വർദ്ധിക്കും. കാരണം അതൊരു ഹിസ്റ്റോറിക്കൽ റിസർച്ചിൻ്റെ ഭാഗമായി എത്തുമ്പോൾ ശ്രദ്ധയിൽപ്പെടുന്നൊരു നഗ്ന സത്യമാണ്. അതും നമ്മുടെ ഒബ്ജക്ട്സിൻ്റെ ഉള്ളിൽ വരും എന്നാണ് എനിക്ക് ജോസഫ് സാറിനോട് പറയാനുള്ളത്. അല്ല, ഇത് കമൻസ് എന്നുള്ള രീതിയിൽ അപ്പുറം ഇത് 2 തരത്തിലുള്ള കൺസേൺസ് ആണ്. ഒന്ന്, എങ്ങനെയാണ് മോണമെന്റ്സ് സംരക്ഷിക്കേണ്ടത്, അതിന് എത്രമാത്രം ഈ പറയുന്ന സ്വേച്ഛാധികാരം എന്നുള്ള ഇതിനെ പ്രയോഗിക്കാം, അല്ലെങ്കിൽ അത് എങ്ങനെ ചെയ്യാം എന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു കാര്യം. അതുപോലെ തന്നെ ഇത് ഏതെല്ലാം രീതിയിൽ ജനങ്ങളെ ബാധിക്കുന്നു, ഈ ബാധിക്കുന്നത് വാസ്തവത്തിൽ അത്തരത്തിലുള്ള ആളുകളുടെ ഇല്ലാതെ ആരെങ്കിലും ഉണ്ടോ എന്ന് കൈപൊക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുകയുള്ളൂ. അദ്ദേഹം അഡ്വക്കേറ്റ് ചോദിച്ചു, പക്ഷെ ആരും കൈപൊക്കിയില്ല എന്നുള്ളത് അവിടുന്നുള്ള ആളുകൾ ആരും ഇല്ല എന്നുള്ളതാണ്. കാരണം അവിടുന്ന് ആരെങ്കിലും ഉണ്ടെങ്കിലാണ് നമുക്കതിൻ്റെ കൃത്യമായിട്ടുള്ളൊരു പിക്ചർ കിട്ടുമായിരുന്നത്. അത് പല സ്ഥലങ്ങളിലും ഇത്തരത്തിലുള്ള സെൻട്രൽ ആക്ടിൻ്റെ ഇതിൽ വരുന്ന ചില ഓർണമെന്റ്സിന് ഇത്തരത്തിലുള്ള ചില പ്രശ്നങ്ങളുണ്ട്. അത് കേരളത്തിലായിരിക്കും, അഡ്വക്കേറ്റ് പറഞ്ഞതുപോലെ തന്നെ കേരളത്തിലായിരിക്കും അത് പ്രധാനമായിട്ടും ഉണ്ടാവുക. കാരണം അത്രയും തിക്ലി പോപ്പുലേറ്റഡ് ആയിട്ടുള്ളൊരു സ്ഥലമായതുകൊണ്ട് മറ്റുള്ള സ്ഥലങ്ങളിൽ ഇത്രത്തോളം പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊള്ളണമെന്നില്ല. അങ്ങനെയുള്ള സ്ഥലങ്ങൾ വേറെ ഉണ്ടാവാം, പക്ഷെ അവർ എങ്ങനെയാണത് ചെയ്തിട്ടുള്ളത്, കൈകാര്യം ചെയ്തിട്ടുള്ളത് അറിയില്ല. ജയ്പൂരിൽ ഇതുപോലെ തന്നെ പെയിന്റ് അടിക്കണമെങ്കിൽ പെർമിഷൻ ഇല്ലാതെ ജയ്പൂരിൽ ഒരു കെട്ടിടത്തിന് പെയിന്റ് അടിക്കാൻ പറ്റില്ല. കാരണം ജയ്പൂർ പിങ്ക് സിറ്റി എന്നുള്ള രീതിയിൽ അതിനെ കൈകാര്യം ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ തരത്തിലുള്ള പല റെസ്ട്രിക്ഷൻസും ചില സ്ഥലങ്ങളിൽ ഉണ്ട്. സെൻട്രൽ ആക്ടിൻ്റെ കുറിച്ച് കൂടുതൽ അറിയാവുന്ന ആളെന്നുള്ള രീതിയിൽ നമുക്ക് സത്യമൂർത്തി സാർ ഇതിനെ കുറിച്ചൊരു കമൻറ്റ് പറയുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ബാക്കി നിങ്ങൾക്ക് എല്ലാവർക്കും വേണമെങ്കിൽ ഇതിനകത്ത് എല്ലാവർക്കും പാർട്ടിസിപ്പേറ്റ് ചെയ്യാവുന്നതാണ്. കമൻസ് ഉണ്ടെങ്കിൽ പറയാവുന്നതാണ്. അതെങ്ങനെ കൈകാര്യം ചെയ്യുന്നൊരു പസിലാണ് ശരിക്കും പറഞ്ഞാൽ. ആ പസിൽ പക്ഷേ 2 ഇൻഡസ്ട്രികളെ സംരക്ഷിക്കേണ്ട പസിലാണ്. ഒന്ന് മോണമെന്റ്സിനെ സംരക്ഷിക്കുക, അതേസമയം തന്നെ ജനങ്ങളുടെ എന്താ പറയുക, ജനജീവിതത്തിന് ബാധിക്കുന്ന കാര്യങ്ങളെ നമ്മൾ ഏത് തരത്തിൽ ഇതേ ഇഷ്യൂ പലപ്പോഴും ഇവിടെ കേരളത്തെ സംബന്ധിച്ചിടത്തോളം എൻവയോൺമെന്റിലും ഉണ്ട് എന്നുള്ളതാണ് സത്യം. ഇതേപോലെ തന്നെ, കാരണം ഒരേ സമയം തന്നെ എൻവയോൺമെന്റിനെ സംരക്ഷിക്കണം, അതേസമയം തന്നെ ഇവിടുത്തെ വികസനം എന്ന് പറയുന്ന സാധനമുണ്ട്, അതേസമയം തന്നെ ഇവിടുത്തെ ജനങ്ങളുമുണ്ട്. വികസനത്തിൻ്റെയും ഇരകളാണ് എൻവയോൺമെന്റിൻ്റെയും ഇരകളായിട്ട് ജനം മുഴുവനും ആയി മാറുന്ന ഒരു അവസ്ഥ ഇവിടെയുണ്ട്. ഇതേപോലെ തന്നെ എൻവയോൺമെന്റിന്റെ കാര്യത്തിൽ പ്രശ്നമാണ്. ഇപ്പൊ ഇവിടെ അടുത്ത മട്ടഞ്ചേരി രാജഗോപാലൻ അറിയാം, ഈ അഭയാർത്ഥി കെട്ടിടം എന്നറിയപ്പെടുന്ന കോളനി എന്നറിയപ്പെടുന്ന കോളനിയിൽ കുറെ വീടുകളുണ്ട്. ആ വീടുകളിൽ എല്ലാ ആളുകളും താമസിക്കുന്നുണ്ട്. ഞങ്ങൾ സുഹൃത്തുക്കളുണ്ട്, ഞങ്ങളുടെ പെൺകുട്ടികളടക്കമുള്ളവരോട് താമസിക്കുന്നുണ്ട്. അതിനകത്ത് ഒരു പണി ചെയ്യാൻ അനുവദിക്കില്ല. ഇപ്പൊ എപ്പോഴാണ് ഇടിഞ്ഞു വീഴുന്നതെന്ന് അറിയില്ല. 2 ദിവസം മനോരമ റിപ്പോർട്ട് ചെയ്തു, അത് എപ്പോ വേണമെങ്കിലും ഇടിഞ്ഞു വീഴാം. മഴ പെയ്യുമ്പോൾ കുഞ്ഞുങ്ങളെ എടുത്തുകൊണ്ട്, മുലകുടി മാറാത്ത കുഞ്ഞുങ്ങളെ എടുത്തുകൊണ്ട് ആ വീടിന്റെ മൂലയിൽ പതുങ്ങിയിരിച്ചിട്ട് വീടുകളിൽ അവിടുത്തെ വീട്ടുകാരായിരിക്കും. കെട്ടിടത്തിൽ തൊടാൻ നിവർത്തിയില്ല, കാരണം അത് പുരാവസ്തുവായിട്ട് സംരക്ഷിച്ച സാധനം. അതിന്റെ തൊട്ടടുത്ത്
100 മീറ്ററിനുള്ളിൽ തന്നെ എൻ്റെ ഒരു ആൻറ്റിക്ക് കുറച്ച് സ്ഥലവും, പുള്ളിക്കാരിക്ക് മക്കളൊന്നും ഇല്ലായിരുന്നു, അമ്മയ്ക്ക് മക്കളൊന്നുമില്ല. അപ്പൊ ഇതെങ്ങനെയെങ്കിലും വിറ്റിട്ടൊന്ന് ജീവിക്കാം എന്ന് വെച്ചാൽ വിൽക്കാൻ നോക്കി വിൽക്കാൻ പറ്റില്ല. കാരണം ആരും മേടിക്കില്ല അവിടെ, കാരണം ഒരു കെട്ടിടം പണിയാൻ പറ്റില്ല. പിന്നെ നമ്മൾ ഈ നിയമത്തിന്റെ വലിയ മഹത്വമൊക്കെ, ഇന്ത്യൻ ഭരണഘടന അടക്കമുള്ള നിയമങ്ങളിലേക്ക് വലിയ മഹത്വം പറയുന്നത് എന്താണ് എനിക്കത് മനസ്സിലാകുന്നില്ല. നിങ്ങൾ പുരാവസ്തു സംരക്ഷിക്കപ്പെടണം എന്നുള്ളത് കൊണ്ടാണ് നിയമം എന്ന് പറയുന്നത്. എന്നാൽ ആ നിയമത്തിന് ഇവിടുത്തെ ഒരു പുരാവസ്തുവിനെയും സംരക്ഷിക്കാൻ സാധിക്കുന്നില്ല. ആകെ പറ്റുന്നത് പാവപ്പെട്ട ജനങ്ങളെ ഉപദ്രവിക്കാൻ പറ്റുന്നത്, അതല്ലാതെ വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇതിനെന്തെങ്കിലും മറുപടി ഉണ്ടോ? അത് മറിഞ്ഞ പോവാം. നമ്മുടെ നിയമസഭാ സാമാജികർക്കും അതുപോലെ ഇതിനെക്കുറിച്ച് വലിയ അറിവില്ല എന്നൊക്കെ അല്ല ചിലർക്ക്. അപ്പൊ നമുക്ക് എന്തുകൊണ്ട് അവർക്ക് ഒരു ഡീറ്റെയിൽഡ് ലെറ്റർ അയച്ചുകൂടാ? വക്കീൽ പറഞ്ഞ കുറെ പോയിന്റുകൾ ഉൾപ്പെടുത്തിയിട്ട് 1904 തൊട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞല്ലോ, അതിലുള്ള പ്രധാന കുറെ പോയിന്റുകൾ ഉൾപ്പെടുത്തിയിട്ട് അതിൽ നിന്ന് സാധാരണ ജനങ്ങൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ ഒപ്പം അടിയിൽ ഹൈലൈറ്റ് ചെയ്യാൻ സാധിക്കുമെങ്കിൽ അദ്ദേഹം പറഞ്ഞ കാര്യം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഒന്നില്ലെങ്കിൽ ഈ പുരാവസ്തുക്കളിൽ താമസം അനുവദിക്കാൻ പാടില്ല. അനുവദിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ സംരക്ഷണം കൂടി ഗവൺമെന്റ് ഏറ്റെടുക്കണം എന്നുള്ള ഒരു പോയിന്റ് കൂടി ആ ലെറ്ററിൽ ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ ഗവൺമെന്റൊക്കെ താനെ മറ്റു നിയമങ്ങളിലേക്ക് കാര്യങ്ങൾ മാറും. എൻ്റെ ഒരു ചെറിയ ആശയമാണ്. There are megalithic structure near Chiramanangad, etc. Due to this laterite structure and something which is there, due to incessant rain which is being damaged, is there any plan to preserve it? Otherwise, lot of evidence, so concrete evidences there. It comes from Kanyakumari. Because Kanyakumari people, they say it's there is certain construction there only. So that is concrete. We visited the place, but completely changed the church and near Takala. no, actually when I was about the preserving laterite structure, Kudakalle something. Yes, it is for preserved. It is being damaged due to rain, incessant rain. What's rain will not spoil it. It is there for 2000 years. Here rain will not spoil it. Rain comes in this spot. Rain was there. But when I get there, another such monuments. Monuments in North. Yes. Also, they're all for the past more than 2000 years. It's like a part of it. Some of them are damaged due And to then there's a very good this particular central സൊസൈറ്റിയിൽ ടേക്കപ്പ് ചെയ്യാന്ന് വെച്ചാൽ അതിനു വേണ്ട എന്റെ പരിമിതമായ അറിവുകൾ എന്തൊക്കെയെന്ന് വെച്ചാൽ പകർന്നു നൽകാൻ ശ്രമിക്കണം. പിന്നെ മൂപ്പർ ചോദിച്ചു എന്തിനീ നിയമം എന്ന് ചോദിച്ചാൽ സെക്കൻഡ് നിയമം ഞാൻ ആൻസർ ചെയ്യില്ല. കാരണം സുപ്രീം കോടതിയുടെ ആദ്യത്തെ ഫസ്റ്റ് നിയമം അദ്ദേഹം ചോദിച്ചത് 1910 എന്നാണ്. 1904 1904 നിയമമായിട്ട് നേടിയിരുന്നത്. 1904 മുതൽ 1992 മാർച്ച് വരെയാണ്. അതിന്റെ ഒരു ദോഷവും അനുഭവിച്ചിട്ടില്ല. 92 അശാസ്ത്രീയമായ വിജ്ഞാപനം വന്നപ്പോൾ മുതലാണ് കുഴപ്പമില്ല. അതാണ് ഞാൻ പറഞ്ഞത്. അതിനെ തുടർന്ന് അതിനെ കിടപിടിച്ച് അത് ഒന്നുകൂടി ശക്തമാക്കാൻ 2010 നടന്ന ശ്രമം. അതാണ് നമുക്ക് അശാസ്ത്രീയമായത്. അല്ലാതെ മൊത്തം നിയമത്തെ നമ്മൾ കുറ്റം പറയാൻ അർത്ഥമില്ല. അത് ഇല്ലായിരുന്നുവെങ്കിൽ ഇതൊന്നും ഉണ്ടാവുന്നില്ല. ഈ ചിത്രമൊന്നും മുഖ്യ അപ്പൊ അതിന്റെ അനിവാര്യതയുണ്ട്. പക്ഷേ അത് ആശാസ്യമായ രീതിയിലാണോ എന്നതാണ് പരിശോധിക്കപ്പെടുന്നത്. അതിന് പിന്നെ അടുത്ത ചോദ്യം, പിന്നെ ഈ സ്റ്റേറ്റിന് 100 300 എന്ന് പറഞ്ഞില്ലേ, സ്റ്റേറ്റിനും 100 300 അല്ല, എത്ര വേണമെങ്കിലും ആക്കാൻ വിജ്ഞാപനം പുറപ്പെടുവിക്കാനുള്ള അധികാരം ഇപ്പോഴും ഉണ്ട്. പല സ്ഥലങ്ങളിലും മാറ്റി വെക്കേണ്ട ഭാഗങ്ങളിൽ വിജ്ഞാപനമോ ഡയറക്ഷൻസോ കൊടുത്തത് ചെയ്തുകൊണ്ടിരിക്കണോ. ഇതെല്ലാം മൊത്തം ബാധകമാണ്. അതിന്റെ ഭൗതിക സാഹചര്യങ്ങളോ
അല്ലെങ്കിൽ ആ മോണുമെന്റിന് എത്ര സ്ഥലം വേണം അത് പ്രിസർവ് ചെയ്യാനുള്ള സയന്റിഫിക് ആയിട്ട് പഠിച്ചിട്ടല്ല എന്നുള്ളതാണ് ഇതിന്റെ പ്രശ്നം. ഈ സെൻട്രൽ ആക്ടിലുള്ള പാരിമെറ്റീരിയ എന്ന് പറയുന്നത് ഈ ലീഗൽ പാർട്ടീസ് പറയാം, അതായത് സെയിം വേർഡ്സ് സെയിം ഡിക്റ്റോ എന്ന് പറയുകയാണല്ലോ. അപ്പൊ ആ ഡിക്റ്റോ പ്രൊവിഷനാണ് സ്റ്റേറ്റ് ആക്ടിലുള്ളത്. 1968 ആക്ടില് 1958 ആക്ടിലുള്ള പാരിമെറ്റീരിയ ഉണ്ട്. പക്ഷെ ഇതേവരെ നമ്മളൊന്നും അനുഭവിച്ചില്ല. 1968 കാലത്ത് വേണ്ടത് ചെയ്യുന്നുണ്ട്. അത് 92 വരെയും അങ്ങനെയായിരുന്നു സെൻട്രലിന്റെ കാര്യത്തില്. അവിടുന്ന് മുതൽക്കാണ് അതിന്റെ പ്രശ്നങ്ങൾ. അത് മാത്രമേ റിപ്പയർ ചെയ്യേണ്ടതുള്ളൂ. അത് റിപ്പയർ ചെയ്യാൻ മോദി സാർ പറഞ്ഞത് യു റെസ്പെക്ട് ആൻഡ് ഡിസഗ്രി വിത്ത് ദാറ്റ് സജഷൻ because you cannot do anything with respect by using this bylaw envisaged under section 20 because bylaw they പറഞ്ഞത് bylaw preparation സമയത്ത് റിപ്പയർ ചെയ്യാൻ കഴിയുമോ എന്നാണ്. ഞാൻ ബഹുമാനപൂർവ്വം അതിനോട് ഡിസഗ്രി ചെയ്യുന്നു. bylaw must be in conformity with or not in derogation to the act and rules. It is not in lieu of act or rules. It is not in addition. Only to the explain ചെയ്യുക, which is acting to. അതാണ് ഇതിന്റെ ഫണ്ടമെന്റൽ റൂള്. ഈ ഇന്റർപ്രിട്ടേഷൻ ഓഫ് സ്റ്റാറ്റ്യൂട്ട് കൊണ്ടൊരു വലിയ മേഖലയുണ്ട്. എങ്ങനെയാണ് നിയമം വ്യാഖ്യാനിക്കപ്പെടുന്നത് ഒരു നിയമമാണ്. അതിന് കുറെ തത്വങ്ങളുണ്ട്, അതിനുള്ള വിധികളുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ അതിനെ സ്വാംശീകരിച്ച് ഞാൻ പറയുന്നു ബൈലോകളിൽ ആകെ സഹായിക്കുക. അതിന്റെ ഒരു തേർഡ് ക്ലോസിൽ പറഞ്ഞിട്ടുള്ള ഓരോന്നിന്റെയും 100-300 കാര്യങ്ങളെ സംബന്ധിച്ചിട്ടുള്ള വിവരണം എന്നൊരു ജനറൽ ആയിട്ടുള്ള ഒരു പരാമർശം. ആ പരാമർശത്തിനനുസരിച്ച് ഈ എ ബി മാറണം. എ ബി മാറാതെ നമുക്ക് മുക്തിയില്ല. സെക്ഷൻ 20A 20B അവരുടെ ചെയ്തല്ലാതെ ഒരു രക്ഷയുമില്ല. അപ്പോഴും മറ്റു നിർത്താം. നോട്ടിഫൈ ചെയ്യാനുള്ള പവറോടൊക്കെ അതല്ലേ ഗവൺമെന്റിന്റെ ഡൽഹി ഹൈക്കോടതി പറഞ്ഞത്. ഗവൺമെന്റിന്റെ ഡൽഹി ഹൈക്കോടതി ഈ നോട്ടിഫിക്കേഷൻ സ്റ്റേ ചെയ്യുമ്പോൾ പറഞ്ഞ വിധി ശരിയായി പഠിച്ച് ഒരു മാർഗം കണ്ടെത്തിയ ആവശ്യമില്ല. ഇത്രയൊന്നും കോംപ്ലിക്കേഷൻ ഇല്ല. സോ സിമ്പിൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ ബൈലോ പ്രിപ്പറേഷൻ ഇൻ കൺഫോർമിറ്റി 20B എന്താ വേണ്ടത്? ഓരോ മോണിമെന്റിനും ഓരോ റിപ്പോർട്ട് വരുത്തില്ലേ പറ്റുള്ളൂ. ഓൾ ഡീറ്റെയിൽസ് ആർ വിത്ത് സുപ്രീം ആർക്കിയോളജിസ്റ്റ്. Am I not correct? അപ്പോ സപ്പോസ് ഒരു മോണിമെന്റ്, ആ മോണിമെന്റിന്റെ ചുറ്റളവില് എങ്ങനെയാണ് റെസിഡൻഷ്യൽ ഏരിയയാണോ കമേഴ്സ്യൽ ഏരിയയാണോ 100 മീറ്റേഴ്സിനുള്ളിൽ ഹൗ മെനി ബിൽഡിംഗ്സ് ആർ ദർ ഇതൊക്കെ ഏരിയ ചിത്രമെടുക്കാം. എങ്ങനെയാണ് അവിടുത്തെ ജനങ്ങളുടെ ഇത് സംബന്ധിച്ച് റിപ്പോർട്ട് വരുത്തി ആ കേസിൽ ചിലപ്പോൾ 100 പോരാ 200 കണക്കാക്കട്ടെ, ചിലപ്പോൾ 5 മീറ്റർ 10 കിലോമീറ്റർ പോകട്ടെ. അതിന്റെ ചുറ്റുവട്ടം അതാ ഞാൻ പറഞ്ഞത്. ഓണസ്റ്റ് ആവണം, സയന്റിഫിക് ആവണം. അത് മാത്രമേ വേണ്ടൂ. അത് വളരെ സിമ്പിൾ ആയിട്ട് ഇംപ്ലിമെന്റ് ചെയ്യാവുന്നതാണ്. പക്ഷെ അത് ചിലപ്പോൾ വെസ്റ്റേൺ ഇൻട്രസ്റ്റ് ശ്രീ സത്യമൂർത്തി സാർ, ഇവിടെ വളരെയധികം വിജ്ഞാനപ്രദമായിട്ടുള്ള നിയമപ്രശ്നങ്ങളെ സംബന്ധിച്ച് വളരെ സമഗ്രമായിട്ടുള്ള ഈ പ്രബന്ധം അവതരിപ്പിച്ച വിശ്വദാസ് സാർ, അഡ്വക്കേറ്റ് വിശ്വദാസ് സാർ, ഈ സെമിനാറിന് മോഡറേറ്ററായിട്ട് പ്രവർത്തിച്ച കേരള മീഡിയ അക്കാദമിയുടെ മുൻ ഡയറക്ടർ ശ്രീ രാജഗോപാലൻ സാർ, ഇവിടെ സന്നിഹിതരായിരിക്കുന്ന പ്രിയപ്പെട്ട സഹോദരി സഹോദരൻ, കേരള ഹിസ്റ്റോറിക്കൽ റിസർച്ച് സൊസൈറ്റിയുടെ ആഭിമുഖ്യത്തിൽ 12 പരമ്പരയായിട്ട് നമ്മൾ നടത്താൻ ഉദ്ദേശിക്കുന്ന ഭരണഘടനാ സാക്ഷരത സംബന്ധിച്ച 7ാമത്തെ സെമിനാറാണ് ഇന്ന് ഇവിടെ നടക്കുന്നത്. 12 സെമിനാറുകൾ ഈ കേരള ഹിസ്റ്റോറിക്കൽ റിസർച്ച് സൊസൈറ്റിയുടെ ആഭിമുഖ്യത്തിൽ നമ്മുടെ ഭരണഘടന സംബന്ധിച്ച് നടത്താൻ തീരുമാനിച്ചിരിക്കുകയാണ്. അതിന്റെ 7ാമത്തേതാണ് ഇവിടെ നടക്കുന്നത്. കേരള ഹിസ്റ്റോറിക്കൽ റിസർച്ച് സൊസൈറ്റി ശരിക്കും പറഞ്ഞാൽ ചരിത്ര ജനങ്ങളിൽ പൗരന്മാരിലെ
ചരിത്രാവബോധം വളർത്തുന്നതിന് വേണ്ടിയിട്ടാണ് നിലകൊള്ളുന്നത്. ഇതേവരെ നിലകൊണ്ടിട്ടുള്ളൂ അതിന് വേണ്ടിയിട്ടാണ്. ഒരുപാട് സെമിനാറുകൾ ഈ ഹോളിൽ വെച്ചിട്ടും മറ്റ് പല സ്ഥലങ്ങളിൽ വെച്ചിട്ടും കേരള ഹിസ്റ്റോറിക്കൽ റിസർച്ച് സൊസൈറ്റി നടത്തിയിട്ടുണ്ട്. അത് വളരെയധികം എല്ലാം വളരെയധികം വിജ്ഞാനപ്രദമായിരുന്നെന്ന് ജനങ്ങൾ അംഗീകരിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ കേരള ഹിസ്റ്റോറിക്കൽ റിസർച്ച് സൊസൈറ്റിയുടെ പ്രവർത്തനം 25ാം വർഷത്തിലേക്ക് കടന്നിരിക്കുകയാണ്. ഈ വർഷം KHRSന്റെ രജത് ജൂബിലി ആഘോഷിക്കുന്ന വർഷം 2025. കാര്യം ഞാൻ ഈ സന്ദർഭത്തിൽ പ്രത്യേകം എടുത്തു പറയാം. എന്തുകൊണ്ട് നോക്കിയാലും ഇന്നത്തെ ഈ സെമിനാർ ഇത്രയും പ്രൗഢഗംഭീരമായിട്ട് നടത്താൻ സാധിച്ചത് കേരള ഹിസ്റ്റോറിക്കൽ റിസർച്ച് സൊസൈറ്റിക്ക് അതിയായ സന്തോഷം. എന്തുകൊണ്ടെന്നാൽ ഏറ്റവും അധികം ജനങ്ങളെ ബാധിക്കുന്ന, കേരളത്തിലെ ജനങ്ങളെ ഏറ്റവും അധികം പീഡിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു നിയമത്തിൻ്റെ പ്രശ്നങ്ങളാണ് ഇന്ന് ഇവിടെ ചർച്ച ചെയ്യുന്നത്. ഈ പുരാവസ്തു സംരക്ഷണം അപ്രായോഗികമായിക്കൊണ്ടിരിക്കുകയാണ്. കാരണം എവിടെയും ഇനി പുരാവസ്തു സംരക്ഷണത്തിന് വേണ്ടി ഒരു സ്ഥാപനം അല്ലെങ്കിൽ ഒരു വസ്തു ഏറ്റെടുക്കാൻ ജനങ്ങൾ സമ്മതിക്കില്ല. ആ ജനങ്ങൾ ആ ഭാഗത്ത് ഇങ്ങനെ പുരാവസ്തുക്കാർ വരുമ്പോൾ കേൾക്കുമ്പോഴേക്കും അവരെ ആക്കി ഓടിക്കാൻ തയ്യാറാവും. അത്രമാത്രം ഉപദ്രവകരമായി തീർന്നിട്ടുള്ള ഒരു കാര്യമാണ് ഈ പുരാവസ്തു സംരക്ഷണം. കേന്ദ്ര ഗവൺമെന്റിന്റെ പ്രത്യേകിച്ചും സ്റ്റേറ്റ് ഗവൺമെന്റിന് വീണ്ടും ചില അംഗീകാരം കൊടുക്കാൻ, ചില മാറ്റങ്ങൾ വരുത്താനൊക്കെ അവകാശമുള്ള നിയമമാണെന്ന് പറയുന്നത്. പക്ഷേ സെൻട്രൽ ഗവൺമെന്റിന്റെ നിയമം വളരെ അശാസ്ത്രീയമാണ്, ഇന്നത്തെ കാലത്തിന് തികച്ചും യോജിക്കാത്തതാണ്. അതിന് ആവശ്യമായിട്ടുള്ള മാറ്റങ്ങൾ വരുത്താൻ കേന്ദ്ര ഗവൺമെന്റ് തയ്യാറാവണം. അതിനുവേണ്ടി സമ്മർദ്ദങ്ങൾ നമ്മുടെ ജനപ്രതിനിധികളിൽ നിന്നും ഉണ്ടാവണം. അവരുടെ ശ്രദ്ധയിൽ കൊണ്ടുവരുന്നതിന് കേരള ഹിസ്റ്റോറിക്കൽ റിസർച്ച് സൊസൈറ്റി പോലുള്ള സംഘടനകൾ ശ്രമിക്കുകയും ചെയ്യും. നിങ്ങൾ പരമാവധി ആ കാര്യത്തിന് വേണ്ട ശ്രദ്ധ ചെലുത്തുന്നതാണ് എന്ന് ഈ സന്ദർഭത്തിൽ നിങ്ങളെ അറിയിക്കാൻ താല്പര്യം. വിലപ്പെട്ട ഈ സമയം ഇനി വളരെ വൈകിയ വേളയിൽ അവഹരിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. ഈ സെമിനാറിൽ പ്രൗഢഗംഭീരമായിട്ടുള്ള ഒരു പ്രബന്ധമാണ് സത്യമൂർത്തി സാർ അവതരിപ്പിച്ചത്. അത്രയും ഗംഭീരമായിട്ടുള്ള ഒരു പ്രബന്ധം ഈ കേരള ഹിസ്റ്റോറിക്കൽ റിസർച്ച് സൊസൈറ്റിയുടെ ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല എന്ന് കൂടിയാണ് പറയാൻ ആഗ്രഹിക്കുന്നത്. അത്ര വസ്തുനിഷ്ഠമായിട്ടുള്ള, വളരെ വിജ്ഞാനപ്രദമായിട്ടുള്ള കാര്യങ്ങളാണ് അദ്ദേഹം ഈ പ്രബന്ധത്തിൽ കൂടെ ഇവിടെ അവതരിപ്പിച്ചത്. അതിന് കേരള ഹിസ്റ്റോറിക്കൽ റിസർച്ച് സൊസൈറ്റിയുടെ പേരിൽ, നിങ്ങളുടെ എല്ലാവരുടെ പേരിൽ ഉള്ള അകൈതവുമായ കൃതജ്ഞത ഞാൻ ഇവിടെ രേഖപ്പെടുത്തിക്കൊള്ളു. അതുപോലെ തന്നെ അഡ്വക്കേറ്റ് കൃഷ്ണദാസ് സാർ ഇത്രയും വിജ്ഞാനപ്രദമായിട്ടുള്ള ഒരു പ്രഭാഷണം ഞാൻ അടുത്ത കാലത്തൊന്നും കേൾക്കാനുള്ള വന്നിട്ടില്ല. ഒരുപാട് നിയമപ്രശ്നങ്ങൾ നമ്മൾ ഈ പുരാവസ്തു സംരക്ഷണവുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് നിലനിൽക്കുന്ന നിരവധി തരത്തിലുള്ള നിയമപ്രശ്നങ്ങളെ സംബന്ധിച്ച് അദ്ദേഹം വിശദമായിട്ട് ഇവിടെ അപഗ്രഹനം ചെയ്തു. രാജഗോപാലൻ സാറിനോടുള്ള അകൈതവുമായി നന്ദി ഈ സന്ദർഭത്തിൽ ഞാൻ അറിയിക്കാൻ ആഗ്രഹിക്കുന്നു.